quality learning powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ ചാപ്റ്ററായ റസൽ ഓഫ് വിങ്സ് ആണ്. ചിറകുകളുടെ മർമ്മരം. അപ്പോൾ ഈ പാഠം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ്, കറേജ്, ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ പാഠത്തിൽ 3 സെഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഒരു ഉപകഥ അല്ലെങ്കിൽ ഒരു ചെറുകഥയാണുള്ളത്. ഉപകഥയല്ല, ചെറുകഥയാണുള്ളത്. അതായത് റസ്കിൻ ബോണ്ടിൻ്റെ ഒരു എഴുതിയിട്ടുള്ള ഒരു രഞ്ജീസ് മാജിക് ബാറ്റ് എന്നൊരു ചെറുകഥയാണുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. പിന്നെ അതായത് റസ്കിൻ ബോണ്ട് വിജയത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു ചെറുകഥയാണത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു പോയാണ്. ഹെൻറി വാൻ ഡൈക്ക് ജൂനിയറിൻ്റെ ഡോസ് ഓഫ് ഡാറിങ് എന്ന ഒരു പോയാണ് 2ാമത്തെ സെഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ധൈര്യത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ പരിമിതികളെ വിജയത്തിനുള്ള അവസരങ്ങളായി കണക്കാക്കുവാനുള്ള ഒരാളുടെ സന്നദ്ധത, ഇതൊക്കെയാണ് അതിൽ ഊന്നി പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് ഒരു കഥ. അത് എന്താ പറയുന്ന ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേ ഹാൻഡ്സ് എന്നാണ് ആ കഥയുടെ പേരെന്ന് പറയുന്നത്. അതായത് പ്രാർത്ഥിക്കുന്ന കൈകൾ. ഒരു ക്ലാസിക്കൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു കഥയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെയ്ത്തിൻ്റെ അല്ലെങ്കിൽ ഡിവോഷൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാവ്, വൈറ്റ് കളർ ഒരു പ്രാവ് ചിറകടിച്ച് ഉയർന്നു വരുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തോമസ് ആൽവ എഡിസൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ട് ഇങ്ങനെയാണ്, നമുക്ക് വായിക്കാം. ഇഫ് വി ഡിഡ് ഓൾ ദ തിങ്സ് വി ആർ ക്യാപ്പബിൾ ഓഫ് വി വുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവർസെൽവ്സ്. അപ്പോൾ ഈ ക്യാപ്ഷനിൽ ഇത്രേ പറയുന്നുള്ളൂ. അതായത് നമുക്ക് കഴിവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുക എന്നാണ് പറയുന്നത്. നമുക്ക് കഴിവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളതൊന്നുമല്ല പുറത്തെടുത്തിട്ടുള്ളത്. ഇനിയുണ്ട് നമ്മുടെ കഴിവുകൾ. അതൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ഇത്രയും കഴിവുകളോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. അതാണ് തോമസ് ആൽവ എഡിസൻ്റെ ആ കോട്ടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയും കഴിവുകളും പുറത്തു കൊണ്ടുവരുന്നതിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ളവരായി മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, സ്വതന്ത്രമാക്കപ്പെടാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ശേഷിയെ ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ, ആ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കുന്നതിലൂടെ എന്താ ഉണ്ടാവുന്നത്, നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുകയും നമ്മളെ തന്നെ അതിശയിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ആദ്യത്തെ ICC U19 വനിതാ T20 ലോകകപ്പിൽ വിജയം എന്നാണ് പറയുന്നത്. അപ്പോൾ വനിതകളുടെ ലോകകപ്പിൽ, വേൾഡ് കപ്പിൽ, വനിതകളുടെ T20 വേൾഡ് കപ്പിൽ അവർക്ക് വിജയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് അവർ ആ മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേതാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക, ഏതാണ് അവർക്ക് വിൻ ചെയ്യാനായിട്ട് അവരെ ഇതാക്കിയിട്ടുണ്ടാവുക, എന്താണ്, ലീഡർഷിപ്പാണോ, കൊളാബറേഷനാണോ, കോൺഫിഡൻസ് ആണോ, സ്പോർട്സ്മാൻ സ്പിരിറ്റാണോ, എന്തായിരിക്കും? അവരുടെ കോൺഫിഡൻസ് ആണ് അല്ലേ? അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവരെ അതിലേക്ക് എത്തിച്ചത്, അവരെ ആ വിജയം കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ് അവർ വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ
നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കുറേ കഴിവുകളുണ്ട്, അത് പുറത്തെടുക്കണം. അത് പുറത്തെടുത്താലാണ് നമ്മൾ അത്ഭുതപ്പെട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കില്ല നമ്മളാണോ ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത്രയും കഴിവുകൾ ഓരോ മനുഷ്യനിലും ഉണ്ട്. നമ്മൾ വിചാരിക്കുക നമുക്ക് കഴിവുകളൊന്നുമില്ലെന്ന്, പക്ഷേ നമുക്ക് കഴിവുകളുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതറിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരണം. ഓക്കെ, അതിനെ പറ്റിയുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ്, സ്റ്റോറിയാണ് രഞ്ജീസ് മാജിക് ബാറ്റ്. റസ്കിൻ ബോണ്ടിൻ്റെ രഞ്ജീസ് മാജിക് ബാറ്റ്. അപ്പോൾ രഞ്ജീസ് മാജിക് ബാറ്റിൻ്റെ ഓതർ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിക്കാം. റസ്കിൻ ബോണ്ട് ഈസ് എ ഫേമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ who has published a number of novels and collections of short stories, most of them for children. He has been honored with the Padma Shri, Padma Bhushan awards for his contribution to literature. അതായത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹം നിരവധി നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവയിൽ ഒട്ടുമിക്കത് എന്താണ്, കുട്ടികൾക്കായിട്ടുള്ള ഇതാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അദ്ദേഹം. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകിയിട്ട് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇതാണ് ഓതറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് റീഡ്. നമുക്ക് പാഠം വായിക്കാം. The score stood at 53 for 4 wickets. Another 60 runs had to be made for victory. Ranji was the crease. He was the last batsman in the batting order. The rest were bowlers. They couldn't be expected to score many runs. The fate of his team was his hands. His team had great faith in him, for he had scored a lot of runs in many of its matches. അതായത് ഇതിൽ പറയുന്നത് സ്കോർ 4 വിക്കറ്റിന് 53 എന്ന നിലയിലാണ് നിൽക്കുന്നത്. വിജയത്തിന് 60 റൺസ് കൂടി നേടണമായിരുന്നു. രഞ്ജിയാണ് ക്രീസിലുള്ളത്. ബാറ്റിംഗ് ഓർഡറിലെ അവസാനത്തെ ബാറ്റ്സ്മാനാണ് രഞ്ജി. ബാക്കിയുള്ളവരൊക്കെ ബൗളർമാരായിരുന്നു. അവർ കൂടുതൽ റൺസ് നേടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ടീമിൻ്റെ വിധി അവൻ്റെ കൈകളിലാണ്. ആരുടെ? രഞ്ജിയുടെ കൈകളിലാണ്. അവർക്ക് അവനിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ടീമിൻ്റെ പല മത്സരങ്ങളിലും അവൻ ധാരാളം റൺസ് നേടിയിരുന്നു. ഇതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വായിക്കാം. അപ്പോൾ രഞ്ജിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലുക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവനാണ് മത്സരങ്ങളിലൊക്കെ അവനാണ് ധാരാളം റൺസ് മേടിക്കുക. ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കോറ് കാര്യങ്ങൾ ഇനി എത്ര വേണം, എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങളുള്ളതെന്നൊക്കെയുള്ളൊരു ചെറിയൊരു പാരഗ്രാഫിലാണ് അത് ഒതുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് തുടർന്ന് വായിക്കാം. Ranji took his guard. The tall fast bowler came down on his long run-up and hurled the ball at the Ranji stumps. Ranji was going to lung forward and play the ball back to the bowler. But at the last moment he changed his mind and stepped back, intending to push the ball through the ring of fielders on the offside. The ball swung in the air, shot off the grass and came through sharply to strike Ranji on his pads. അതായത് ഇത്രേ പറയാനുള്ളൂ. രഞ്ജി ബോൾ തട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നല്ല ഉയരമുള്ള ഫാസ്റ്റ് ബൗളർ തൻ്റെ ലോങ് റണ്ണപ്പിൽ പന്ത് രഞ്ജിയുടെ സ്റ്റമ്പിലേക്ക് എറിഞ്ഞു. രഞ്ജി മുന്നോട്ട് കുതിച്ച പന്ത് ബൗളറിലേക്ക് തിരിച്ചടിക്കാൻ പോകുകയായിരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ മനസ്സ് പെട്ടെന്ന് മാറി. അതായത് ഓഫ് സൈഡിലുള്ള ഫീൽഡർമാരുടെ റിങ്ങിലൂടെ പന്തടിക്കാൻ ഉദ്ദേശിച്ചിട്ട് പെട്ടെന്ന് മനസ്സ് അവൻ്റെ ചേഞ്ച് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു? വായിലൂടെ കറങ്ങി വന്നിട്ട് പന്ത് കുതിച്ചു പൊങ്ങിയിട്ട് കൃത്യമായി രഞ്ജിയുടെ പാഡിൽ വീണു. പാഡിൽ ഒന്ന് തട്ടി. LBW. അതായത് LBW എന്ന് പറഞ്ഞാൽ എന്താ? ലെഗ് ബിഫോർ വിക്കറ്റ് എന്നാണ് അർത്ഥം. അതായത്
ഈ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ തൻ്റെ കൈകൾ ഒഴികെയുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റമ്പിലേക്ക് തട്ടാൻ പോണ സമയത്ത് ഒരു പന്ത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ബാറ്റ്സ്മാൻ LBW ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ക്രിക്കറ്റിൽ കൈകൾ, കൈത്തണ്ട അല്ലെങ്കിൽ ബാറ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ബാറ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തട്ടുകയാണെങ്കിൽ LBW ആയിട്ട് കണക്കാക്കും. ബാറ്റ്സ്മാനെ LBW ആയിട്ട് കണക്കാക്കും. ലെഗ് ബിഫോർ വിക്കറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ LBW എന്ന് പറഞ്ഞു ആൾ. Ranji walked back dejected to the pavilion. The other batsman did not last long and the team lost the match. അതായത് രഞ്ജി നിരാശനായിട്ട് പവലിയനിലേക്ക് തിരിച്ചു പോയി. മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് അധികം നേരം നിൽക്കാൻ കഴിയാതെ പോയതോടെ ടീം തോൽവി ഏറ്റുവാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തോൽവിയായി. ഓക്കെ, ഇനി അതാണ് പറയുന്നത്. On his way back home, Ranji passed Mr. Kumar's sports shop next to the clock tower. It was one of the favorite haunts. Mr. Kumar had been a state player once and had scored a century in match against Tanzania. Now he was too old for first-class cricket, but he liked encouraging young players. He thought Ranji would make a good cricketer, as good as India's famous players. He just loved a stay at Kumar's goods: cricket bats, balls, badminton rackets, hockey sticks. But today he didn't feel like going. അതായത് അപ്പോൾ അവർ അവർ തോറ്റു. അവർ ആ ക്രിക്കറ്റ് മാച്ചിൽ തോറ്റു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ക്ലോക്ക് ടവറിനടുത്തുള്ള മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പിൻ്റെ മുമ്പിലൂടെ ആണ് പോയത്. അത് അവൻ കൂടെ സന്ദർശിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. ആരുടെ? രഞ്ജിയുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത് കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പ് എന്ന് പറയുന്നത്. മിസ്റ്റർ കുമാർ ഒരിക്കൽ സംസ്ഥാന താരമായിരുന്നു. ടാൻസാനിയക്കെതിരെയുള്ള മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്ന ഒരാളാണ് ആര്? കുമാർ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പ്രായം കടന്നിരുന്നു. എങ്കിലും ചെറുപ്പക്കാരായ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു, കളിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരെ കളിക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കുറേ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ കളിക്കാരെ പോലെ രഞ്ജി ഒരു മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുമെന്ന് അദ്ദേഹം കരുതി. ക്രിക്കറ്റ് ബാറ്റുകൾ, പന്തുകൾ, ബാഡ്മിൻ്റൺ റാക്കറ്റുകൾ, അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയ മിസ്റ്റർ കുമാറിൻ്റെ കടയിലെ സാധനങ്ങൾ നോക്കി നിൽക്കാൻ അവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് അവന് കടയിൽ കയറാൻ തോന്നിയില്ല. അതായത് അവൻ ആ ഷോപ്പിൻ്റെ വഴിക്കാണ് അവൻ മാച്ച് കഴിഞ്ഞാൽ പോവുക. അപ്പോൾ ആ ഷോപ്പിൻ്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത്, അതായത് പിന്നെ കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം വലിയ കളിക്കാരനായിരുന്നു, സെഞ്ചുറി നേടിയ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമൊക്കെ കടന്നുപോയി. പക്ഷേ അദ്ദേഹം ചെറുപ്പക്കാരായ കളിക്കാരെ കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മികച്ചൊരു ക്രിക്കറ്റ് കളിക്കാരനാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലെ ഈ ബാറ്റ്, ബോൾ, പന്ത് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ നമ്മുടെ രഞ്ജിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് അന്നത്തെ ദിവസം അവന് കടയിൽ കയറാനായിട്ട് തോന്നിയില്ല. കാരണം എന്താ? അവൻ മാച്ചിൽ തോറ്റുപോയി, അവൻ്റെ ടീം തോറ്റുപോയി. അതുകൊണ്ട് അവന് കടയിൽ കയറാൻ തോന്നിയില്ല. രഞ്ജി, where are you running off to? Mr. Kumar's jovial voice stopped him. He walked slowly into the shop. What's wrong with you? You look so mournful. Mr. Kumar spoke to him cheerfully as usual. Oh, nothing. I just scored a duck. Ranjit tried to cheer himself up. He went on to tell Mr. Kumar about the match. Come on, let me show you something. Mr. Kumar led Ranji to the inner room of the shop when he had finished. Puzzled, Ranji followed Mr. Kumar through curtained partition at the back of the shop. He found himself in a badly lit room stacked to the ceiling with all kinds of old and second-hand sporting goods, torn football bladders, broken bats, rackets without string, broken darts, and tattered badminton nets. Mr. Kumar began examining a number of old cricket bats, and after a few minutes he said, "Oh," and picked up
one of the bats and held it out to Ranji. "This is that," he said. "This is the luckiest of all my old bats. This is the bat I made a century with. Of course, it's an old bat, but it hasn't lost any of its magic," said Mr. Kumar. He held it out to Ranji. "Here, take it. I will lend it to you for a rest of the cricket season. You won't fail with it. Just take care of yourself." Ranji took the bat and gazed at it with awe and delight. The magic bat seemed to change Ranji's luck. The next Saturday, he scored 58 runs and led his school to victory against a rival team. On his way home, Ranji stopped at Mr. Kumar's shop to give him the good news. "We won," he said, "and I made 58, my highest score so far. It's really is a lucky bat." അപ്പോൾ രഞ്ജി ഇപ്പം ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, "രഞ്ജി, നീ എവിടേക്കാണ് ഓടുന്നതെന്ന് മിസ്റ്റർ കുമാർ." അപ്പോൾ അവൻ ആ വഴിക്ക് നടന്നു പോയില്ലായിരുന്നോ, അതായത് നമ്മുടെ കുമാറിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെയാണ് നടന്നു പോകുന്നത്. പക്ഷെ അവനിവിടെ കയറാറുണ്ടായിരുന്നു, പക്ഷെ അന്ന് കയറിയില്ല, കാരണം അവൻ മാച്ചിൽ തോറ്റുപോയതുകൊണ്ട്. പക്ഷേ മിസ്റ്റർ കുമാർ അവൻ നടന്നു പോകുന്നത് കണ്ടു. എന്നിട്ട് അവനെ വിളിച്ചു, "രഞ്ജി, നീ എവിടേക്കാണ് ഓടുന്നത്?" അപ്പോൾ ഒരു മിസ്റ്റർ കുമാറിൻ്റെ ഒരു ഭയങ്കര സന്തോഷമൊക്കെ നിറഞ്ഞൊരു ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ അങ്ങനെ വിളിച്ചു, സന്തോഷത്തോടെ അവനെ വിളിച്ചു, "രഞ്ജി, നീ എവിടേക്കാണ് ഓടുന്നത്?" അപ്പോൾ അവൻ അവിടെ നിന്നു. എന്നിട്ട് അവൻ പതിയെ കടയിലേക്ക് നടന്നു. എന്നിട്ട് ചോദിക്കണം, "നിനക്ക് എന്താ പറ്റിയത്? നീ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നല്ലോ." മിസ്റ്റർ കുമാർ അവനോട് ചോദിച്ചു, "എന്താ നിനക്ക് പറ്റിയത്? നീ ഭയങ്കര ദുഃഖമായിട്ട് ഭയങ്കര സാഡായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജി പറയണേ, "ഓ, ഒന്നുമില്ല, ഞാൻ ഡക്കായി" എന്ന് പറയണം. അപ്പോൾ മത്സരത്തെക്കുറിച്ച് ആണ് പറയുന്നത്. "ഓ, ഒന്നുമില്ല, ഞാൻ ഡക്കായി" എന്ന് സ്വയം എന്താ പറയുക, രഞ്ജി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ രഞ്ജി അവൻ്റെ മത്സരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. രഞ്ജി പറഞ്ഞു തീർത്തപ്പോൾ മിസ്റ്റർ കുമാർ രഞ്ജിയുടെ കടയുടെ അകത്തെ മുറിയിലേക്ക് അവനെ വിളിച്ചു. "വരൂ, ഞാൻ നിന്നെ ചിലത് കാണിച്ചു തരാമെന്ന്" പറഞ്ഞിട്ട് കുമാർ അവനെ കൊണ്ട് ഒരു മുറിയുടെ, അതായത് ഈ ഷോപ്പിൻ്റെ ഡോറിൻ്റെ ബാക്കിലേക്ക് വിളിച്ചു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്താണ് ബാക്കിലേക്ക് വിളിച്ചതെന്നുള്ളൊരു ഇതിൽ അതിശയത്തോട് കൂടിയിട്ട് അവൻ കടയുടെ പിന്നിലത്തെ കട്ടൻ വേർതിരിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് അവൻ കുമാറിൻ്റെ പുറകെ പോയി. അപ്പോൾ ആ ഭാഗം ഇച്ചിരി വെളിച്ചമൊക്കെ കുറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ കുറേ ഫുട്ബോൾ ബ്ലാഡ്, തകർന്ന ബാറ്റുകൾ, പിന്നെ കുറേ ചരടില്ലാത്ത റാക്കറ്റുകൾ, തകർന്ന ഡാർട്ടുകൾ, പിന്നെ കീറി പറഞ്ഞ ബാഡ്മിൻ്റൺ നെറ്റുകൾ ഒക്കെ അവിടെ പഴകിയത് ഉപയോഗിച്ചതുമായിട്ട് കായിക ഉപകരണങ്ങളൊക്കെ അവിടെ അവൻ കണ്ടു. എന്നിട്ട് ഈ മിസ്റ്റർ കുമാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ബാറ്റുകളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ അവനിങ്ങനെ കുറേ നേരം കുമാർ ഇങ്ങനെ കുറേ നേരം പരതിയിട്ട് കുറേ നേരം തപ്പിയിട്ട് ഒരു ബാറ്റ് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്റ് കയ്യിലെടുത്തിട്ട് രഞ്ജിക്ക് നേരെ നീട്ടി. "ഇതാണത്" എന്ന് പറഞ്ഞു. "ഇതാണ് എൻ്റെ പഴയ ബാറ്റുകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള ബാറ്റ്. ഞാൻ സെഞ്ചുറി നേടിയ ബാറ്റാണിത്. തീർച്ചയായും ഇതൊരു പഴയ ബാറ്റാണ്, പക്ഷേ ഇതിൻ്റെ മാന്ത്രികതയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല" മിസ്റ്റർ കുമാർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെ സെഞ്ചുറി നേടിത്തന്ന ഒരു ലക്കി ബാറ്റാണ്. ഇത് എൻ്റെ ഒരു ഏറ്റവും പഴയ ബാറ്റാണ്, പക്ഷേ പഴയ ബാറ്റാണെങ്കിലും അതിൻ്റെ മാന്ത്രികതയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് നീട്ടി. "ഇത് നീ എടുത്തോളൂ" എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ക്രിക്കറ്റ് സീസണിലേക്ക് ഇത് ഞാൻ നിനക്ക് കടം തരാം, ഇതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാറ്റ് രഞ്ജിയുടെ നേരെ കൊടുത്തു. അപ്പോൾ രഞ്ജി ബാറ്റ് എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര വിസ്മയത്തോടുകൂടി, മാന്ത്രിക ബാറ്റാണല്ലോ, ഭയങ്കര വിസ്മയത്തോടു കൂടിയിട്ടൊക്കെ അതിലേക്ക് നോക്കി. ഓക്കെ, അപ്പോൾ ഈ ബാറ്റ് കൊണ്ടവൻ പോയി. അപ്പോൾ അടുത്ത ശനിയാഴ്ചയായിട്ട് അവനൊരു മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിൽ അവൻ ഈ ബാറ്റ് ഉപയോഗിച്ചിട്ട് അവൻ 58 റൺസ് നേടി. അപ്പോൾ എതിർ ടീമിനെതിരെ എതിർ ടീമിനെ തോൽപ്പിച്ചിട്ട് അവൻ്റെ സ്കൂള് വിജയത്തിലേക്ക് ഫസ്റ്റായി. അപ്പോൾ
വീട്ടിലേക്കുള്ള യാത്ര മധ്യേ രഞ്ജി മിസ്റ്റർ കുമാറിൻ്റെ കടയിലെ മുന്നിൽ വെച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ നിന്നു. ഞങ്ങൾ വിജയിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങൾ വിജയിച്ചു. ഇതുവരെയുള്ള എൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് 58. അത് ഞാൻ നേടി. ഇത് ശരിക്കും ഒരു ഭാഗ്യ ബാറ്റ് തന്നെയാണ്, ഒരു ലക്കി ബാറ്റ് തന്നെയാണ് എന്ന് കുമാറിനോട് ആര് പറയാണ്? രഞ്ജി പറയാണ്. I told you, Mr. Kumar, giving Ranjis a warm handshake. There will be a bigger score yet. But then something unexpected happened. After one of the next matches, Ranji had to take one of his teammates, Bhim, who was injured during the match, to the hospital. In his anxiety about Bhim, he left his bat on the bus. He remembered it only after he reached home. He couldn't remember which bus he had travelled in. The magic bat was lost. Next day he was at Kumar's shop looking very sorry for himself. "What's the matter?" asked Mr. Kumar. "I have lost the bat," said Ranji. "Your lucky bat? The one I made all those runs with. I left it on the bus. And the day after tomorrow, he were playing the Delhi school without your bat. I will be out for a duck, and we will lose our chance of being the school champions." Mr. Kumar looked a little anxious at first. Then he smiled and said, "You will still make all the runs you want, but I don't have the bat anymore," said Ranji. "Any bat will do," Mr. Kumar replied. "What do you mean?" അപ്പോൾ രഞ്ജി അതായത് ഭാഗ്യ ബാറ്റൊക്കെയാണെന്ന് അവൻ്റെ ആ ബാറ്റ് കൊണ്ട് അവൻ ടീമിനെ വിജയിപ്പിച്ചു. എന്നിട്ട് അവൻ കുമാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഷോപ്പിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, "ഞാൻ വിജയിച്ചു" എന്ന് പറയാണ്. അപ്പോൾ കുമാർ എന്താ പറഞ്ഞേ, ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, "ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിനക്ക് ഇനിയും കൂടുതൽ സ്കോറുകൾ ലഭിക്കും" എന്ന് പറയാണ്. പിന്നീട് ഒരു കാര്യം ഉണ്ടായി. അതായത് അടുത്ത മത്സരങ്ങളിൽ ഒന്നിന് ശേഷം മത്സരത്തിനിടയിൽ പരിക്കേറ്റ ഒരാളെ ഭീമെന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിക്കേറ്റു ഈ മാച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ രഞ്ജിക്ക് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുകൊണ്ട് വന്നു. അപ്പോൾ ഭീമിനെ കുറിച്ചുള്ള അവൻ്റെ ടെൻഷനിൽ അവൻ്റെ ബാറ്റ് അവൻ എവിടെ വെച്ച് മറന്നു, ബസ്സിൽ വെച്ച് മറന്നു. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ് അവൻ ബാറ്റിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ അവൻ ഏത് ബസ്സിലാണ് വെച്ചതെന്നുള്ളതും അവന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ്റെ ബാറ്റ് അവനിൽ നിന്ന് ലോസ്റ്റായി, നഷ്ടപ്പെട്ടു. അടുത്ത ദിവസം അവൻ കുമാറിനെ കാണാൻ വേണ്ടി കടയിലെത്തി. എന്നിട്ട് വളരെ ദുഃഖത്തോടെ കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുമാർ ചോദിച്ചു, "എന്താ പറ്റിയെന്ന്?" ചോദിക്കുകയാണ്. "എന്താ കാര്യം?" കുമാർ ചോദിച്ചു. അപ്പോൾ "എൻ്റെ ബാറ്റ് നഷ്ടപ്പെട്ടു" എന്ന് രഞ്ജി പറയാണ്. താങ്കളുടെ ആ ഭാഗ്യ ബാറ്റിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അതായത് ആ റൺസ് എല്ലാം നേടിത്തന്ന ആ ബാറ്റ് അത് ഞാൻ ബസ്സിൽ വെച്ചിട്ട് മറന്നു എന്ന് പറയാണ്. "മറ്റന്നാൾ എനിക്ക് ഡൽഹിയിൽ ഒരു ഡൽഹി സ്കൂളുമായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. താങ്കളുടെ ബാറ്റില്ലാതെ ഞാൻ ഡക്കായി പുറത്താവും" എന്ന് പറയാണ് രഞ്ജി പറയാണ്. "സ്കൂൾ ചാമ്പ്യൻസിൽ ആകാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് രഞ്ജി കുമാറിനോട് പറയണം. അപ്പോൾ മിസ്റ്റർ കുമാർ ആദ്യം ഉത്കണ്ഠാകുലനായിട്ട് പെട്ടെന്നൊരു ഉത്കണ്ഠയായിട്ട് കാണപ്പെട്ടു. പക്ഷേ എന്നിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു, "എങ്കിലും നിനക്ക് എത്ര റൺസ് വേണമെങ്കിലും നേടാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇനി ആ ബാറ്റില്ല" എന്ന് രഞ്ജി പറയാണ്. അതായത് കുമാർ പറയാണ്, "നിനക്ക് എത്ര റൺസ് വേണമെങ്കിലും നേടാം." ചുറ്റിച്ചുകൊണ്ട് പറയുന്നത്, "നിനക്ക് എത്ര വേണമെങ്കിലും നേടാം, അതൊന്നും കുഴപ്പമുണ്ടാവില്ല" എന്ന് പറയാണ്. പക്ഷേ രഞ്ജി പറയാണ്, "പക്ഷേ എൻ്റെ കയ്യിൽ ആ ബാറ്റില്ലല്ലോ" എന്ന് പറയണം. അപ്പോൾ പറഞ്ഞു, "ഏത് ബാറ്റിനും അത് സാധിക്കും" എന്ന് ആര് പറയാണ്? കുമാർ പറയണം. "ഏത് ബാറ്റിനും അത് സാധിക്കും." അപ്പോൾ നമ്മുടെ രഞ്ജി ചോദിക്കണേ, "താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?" എന്ന് ചോദിക്കുകയാണ്. "I mean, it's the batsman and not the bat that counts. Shall I tell you something? That old bat I gave you was no different from any other bats I have used. True, I made lots of runs with it, but I made runs with other bats too.
I never depend on the special bat for my runs. A bat has magic only when the batsman has magic. What you needed was confidence, not a bat. And by believing in the bat, you got your confidence back. What's confidence? Asked Renji. It was a new word for him. Confidence, said Mr. Kumar slowly. Confidence is knowing you are good, and I can I can be good without the bat. Of course, you have always been good. You are good now. You will be good the day after tomorrow too. Remember that. If you remember it, you will make the runs. Why don't you just give it a try? On Saturday, Renji walked to wicket with bat borrowed from Bim. The school team had lost its wicket with only 2 runs on the board. Renji went in at this stage. The Delhi school's opening bowler was sending down some really fast ones. Renji faced up to him. The first ball was very fast, but it was on a good length. Quick on his feet, Renji stepped back and pulled it hard to the long on boundary. The ball soared over the heads of the fielders and landed with a crash in the crate full of cold drinks bottles. A 6, everyone stood up and cheered. And it was only beginning of Renji's wonderful innings. The match ended in a draw, but Renji's 75 was the talk of the school. On his way home, he bought a dozen of laddus, 6 of the neighbor Koki and 6 for Mr. Kumar. അപ്പോൾ ഇതിൽ ഇത്രേ ഉദ്ദേശിക്കണുള്ളൂ. അതായത് അദ്ദേഹം പറഞ്ഞില്ലേ, നിന്റെ ബാറ്റ് പോയതുകൊണ്ട് എന്താണ് കുഴപ്പമില്ല, നിനക്ക് റൺസൊക്കെ നേടാൻ പറ്റും എന്ന് പറയണം. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ രഞ്ജി പറയണം, എൻ്റെ കയ്യിൽ ബാറ്റില്ല, അപ്പം എനിക്ക് എങ്ങനെയാണ് അത് സാധിക്കുക? അപ്പോൾ നിനക്ക് എന്തായാലും സാധിക്കും, ഏത് ബാറ്റിനും അത് സാധിക്കും എന്ന് പറയാണ്. താങ്കൾ എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ബാറ്റിനെയല്ല, ബാറ്റ്സ്മാനാണ്. അവിടെ പ്രാധാന്യം ബാറ്റല്ല, ബാറ്റ്സ്മാനാണെന്നാണ് പറയുന്നത്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ നിനക്ക് നൽകിയ പഴയ ബാറ്റ് ഞാൻ ഉപയോഗിച്ച മറ്റേത് ബാറ്റിൽ നിന്നും വ്യത്യസ്തമല്ല. ശരിയാണ്, ഞാനത് ഉപയോഗിച്ച് ധാരാളം റൺസ് നേടി. മറ്റ് ബാറ്റുകൾ ഉപയോഗിച്ചും ഞാൻ ധാരാളം റൺസ് നേടി. എൻ്റെ റൺസിനായി ഞാൻ ഒരിക്കലും ഒരു പ്രത്യേക ബാറ്റിനെ ആശ്രയിച്ചിരുന്നില്ല. ബാറ്റ്സ്മാന് മാന്ത്രികത ഉള്ളപ്പോൾ മാത്രമേ ബാറ്റിന് മാന്ത്രികതയുള്ളൂ. ബാറ്റ്സ്മാന് ഒരു ലക്കിയസ്റ്റ് അല്ലെങ്കിൽ ബാറ്റ്മാന് മാന്ത്രികത, ഒരു മജീഷ്യൻ എഫക്റ്റ് ഉള്ളത് ഉണ്ടുകൊണ്ട് മാത്രമാണ് ബാറ്റിന് അതുള്ളതെന്ന്. അപ്പോൾ നിനക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്, അല്ലാണ്ട് ബാറ്റല്ല. ബാറ്റിൽ വിശ്വസിച്ച നിനക്ക് ആത്മവിശ്വാസം നിനക്ക് തിരികെ ലഭിച്ചു. അതാണ്. എന്താണ് ആത്മവിശ്വാസം എന്നവൻ ചോദിച്ചു. എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? അവൻ പറഞ്ഞു, കുമാർ പറഞ്ഞു, നിനക്ക് ബാറ്റല്ല ആവശ്യം, നിനക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്. നിനക്ക് ആ ബാറ്റ് കിട്ടിയപ്പോൾ നിൻ്റെ ആത്മവിശ്വാസം നിനക്ക് തിരികെ ലഭിച്ചു. അപ്പോൾ നിനക്ക് വേണ്ടത് ആത്മവിശ്വാസം ആണ്, എന്താ പറയുക, ബാറ്റല്ല എന്ന് പറയാണ്. അപ്പോൾ രഞ്ജിക്ക് അതൊരു പുതിയ വാക്കായിരുന്നു. അപ്പോൾ രഞ്ജി ചോദിച്ചു, എന്താണ് ആത്മവിശ്വാസം എന്ന് ചോദിച്ചു. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോൾ കുമാർ പറഞ്ഞു, നിന്നെ കൊള്ളാം എന്ന് നീ അറിയുന്നതാണ് ആത്മവിശ്വാസം. നീ നല്ലതാണ് എന്ന് നിനക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതാണ് എൻ്റെ ആത്മവിശ്വാസം. എനിക്ക് ആ ബാറ്റിലത് നന്നായിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? തീർച്ചയായും നീ എപ്പോഴും സമർത്ഥനായിരുന്നു, ഇപ്പോഴും നീ സമർത്ഥൻ തന്നെ, മറ്റന്നാളും നീ സമർത്ഥനായിരിക്കും. അത് ഓർമ്മ നിന്നിലിരിക്കട്ടെ എന്ന് പറയണം. ഈ ഓർമ്മ ഉണ്ടായാൽ നീ റൺസ് നേടും. എന്തുകൊണ്ട് നിനക്കിതൊന്ന് പരീക്ഷിച്ചുകൂടാന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും നീ റൺസ് നേടും, നീ കൂടുതൽ നേടും, നീ സമർത്ഥനാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കോൺഫിഡൻസ് കൂട്ടുകയാണ്. അപ്പോൾ നീ ഒന്ന് പരീക്ഷിച്ച് നോക്കി, നിനക്ക് എന്താ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലെന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ ശനിയാഴ്ച ഭീമിൽ നിന്നും കടം വാങ്ങിയ ബാറ്റുമായിട്ട് രഞ്ജി വിക്കറ്റിലേക്ക് നടന്നു. ഭീമ വയ്യേണ്ട ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ അവൻ്റെ നിന്ന് ബാറ്റ് വാങ്ങിയിട്ട് അവൻ വിക്കറ്റിലേക്ക് നടന്നു. 2 റൺസിൽ സ്കൂൾ ടീമിന് ആദ്യ വിക്കറ്റ് നഷ്ടമായിരുന്നു. ഈ ഘട്ടത്തിലാണ് രഞ്ജി കടന്നു ചെയ്യുന്നത്. ഡൽഹി സ്കൂളിൻ്റെ ഓപ്പണിംഗ് ബൗളർ പെട്ടെന്നുള്ള തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരുന്നു. കുറേയധികം തിരിച്ചടി രഞ്ജി അവരെയൊക്കെ നേരിട്ടു. ആദ്യത്തെ പന്ത് വളരെ വേഗത്തിലായിരുന്നു, പക്ഷേ അത് ശരിയായ രീതിയിൽ ആയിരുന്നില്ല. രഞ്ജി വളരെ പെട്ടെന്ന് പുറകോട്ട് നീങ്ങിയിട്ട് ബൗണ്ടറിയിലേക്ക് അതടിച്ചു. പന്ത് ഫീൽഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്ന ശീതളപാനീയ കുപ്പികൾ നിറഞ്ഞ ഒരു പെട്ടിയിലേക്ക് ശക്തമായി വന്നു വീണു. ഒരു 6. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിച്ചു. രഞ്ജിയുടെ വിസ്മയകരമായ ഈ ഇന്നിങ്സിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. അപ്പോൾ മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും രഞ്ജി നേടിയ 75 റൺസ് സ്കൂളിലെ സംസാര വിഷയമായിരുന്നു. ഒരു സമനിലയിലാണ് മത്സരം അവസാനിച്ചത്, പക്ഷേ അവന് 75 റൺസ് നേടി. അത് സ്കൂളിൽ വളരെ ഒരു സംസാര വിഷയമായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോണ സമയത്ത് ഒരു ഡസൻ ലഡ്ഡു വാങ്ങി. അതിൽ 6 എണ്ണം അയൽക്കാരനായ കോക്കിക്കും 6 എണ്ണം മിസ്റ്റർ കുമാറിനും കൊടുത്തു അവൻ. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ വർദ്ധിച്ചു അല്ലേ, അതാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫേറ്റ് ഓഫ് ദി ടീം ഇൻ രഞ്ജീസ് ഹാൻഡ്? അതായത് എന്തുകൊണ്ടാണ് ടീമിൻ്റെ വിജയം രഞ്ജിയുടെ കൈകളിലാണെന്ന് പറയാൻ കാരണം എന്താ? രഞ്ജിയാണ് അതിൽ ക്രീസ്, പിന്നെ അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിലെ ഏറ്റവും ലാസ്റ്റ് ബാറ്റ്സ്മാനാണ് രഞ്ജി. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് റെസ്റ്റ് ഓഫ് എല്ലാവരും ബൗളേഴ്സാണ്. പിന്നെ അവൻ കുറേയധികം റൺസ് നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അവൻ്റെ പേരിൽ ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു എല്ലാവർക്കും. രഞ്ജി വാസ് അറ്റ് ദ ക്രീസ്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിംഗ് ഓർഡർ. The rest were bowlers. They couldn't be expected to score many runs. Therefore, the fate of the team was in Ranji's hand. Okay. Next question നോക്കാം. Why was Mr. Kumar's sports shop special for Ranji? എന്തുകൊണ്ടാണ് മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് കട രഞ്ജിക്ക് പ്രിയപ്പെട്ടതായത്? എന്തുകൊണ്ടാണ്? മിസ്റ്റർ കുമാർ ഷോപ്പ് വാസ് വൺ ഓഫ് രഞ്ജി's favorite haunts. Mr. Kumar was once a state player and he liked to encouraging young players. അതായത് അദ്ദേഹത്തിൻ്റെ കട രഞ്ജിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേറ്റ് പ്ലെയറാണ്. അതുമാത്രമല്ല, അദ്ദേഹം ചെറിയ കളിക്കാരെ, പ്രായം കുറഞ്ഞ ചെറുപ്പം കളിക്കാരെ എൻകറേജ് ചെയ്യുമായിരുന്നു. അവർ കളിക്കുന്നതിൽ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് കട അവന് വളരെ പ്രിയപ്പെട്ടതായത്. വാട്ട് വാസ് രഞ്ജി യൂഷ്വലി ലൈക്ക് ടു ഡു ഇൻ കുമാർ ഷോപ്പ്? കുമാറിൻ്റെ കടയിൽ എന്ത് ചെയ്യാണ് രഞ്ജി ഇഷ്ടപ്പെട്ടിരുന്നത്? രഞ്ജി ലുക്ക്ഡ് നീലി. രഞ്ജി ലുക്ക്ഡ് കീൻലി അറ്റ് മിസ്റ്റർ കുമാർസ് ഗുഡ്സ്, ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്, റോക്കി സ്റ്റിക്സ്. അതായത് അവന് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ, അതായത് അദ്ദേഹത്തിൻ്റെ കടയിലെ ക്രിക്കറ്റ് ബാറ്റ്, ബോളുകൾ, ബാഡ്മിൻ്റൺ റാക്കറ്റുകൾ, ഹോക്കി സ്റ്റിക്കുകൾ, അതൊക്കെ നോക്കി നിൽക്കാൻ ആർക്ക് ഇഷ്ടമായിരുന്നു? രഞ്ജിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അതാണ് രഞ്ജിക്ക് കുമാറിൻ്റെ കടയിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം. വൈ ഡിഡ് കുമാർ കോൾ വൺ ഓഫ് ദി ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ്? എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റുകളിൽ ഒരെണ്ണത്തെ ഏറ്റവും ഭാഗ്യമുള്ളതെന്ന് കുമാർ വിളിക്കാൻ കാരണം എന്താ? മിസ്റ്റർ കുമാർ കോൾഡ് വൺ ഓഫ് ദി ക്രിക്കറ്റ് ബാറ്റ് ദ ലക്കിയസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ദ ബാറ്റ് വിച്ച് ഹെൽപ്ഡ് ഹിം മേക്ക് എ സെഞ്ചുറി. അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ വേണ്ടി കാരണമായത് ഈ ബാറ്റാണ്. അതുകൊണ്ടാണ് ഇതൊരു ലക്കിയസ്റ്റ് ബാറ്റാണ് അദ്ദേഹം പറയാൻ കാരണം. How did Ranji react with Mr. Kumar offered him the bat? മിസ്റ്റർ കുമാർ അയാളുടെ ബാറ്റ് രഞ്ജിക്ക് കൊടുത്തപ്പോൾ അവൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? Ranji took the bat and gazed at it with awe and delight. അതായത് അവന് ആ ബാറ്റ് കൊടുത്തപ്പോൾ അവൻ എന്തായിരുന്നു? അവൻ ഭയങ്കര സന്തോഷത്തോടും ഭയങ്കര ഒരു ബഹുമാനത്തോടും കൂടിയിട്ടാണ് ആ ബാറ്റിനെ അവൻ വാങ്ങിയതും അവനത് മനസ്സിലേക്ക് എടുത്തതും. ഓക്കെ. ഹൗ ഡിഡ് രഞ്ജി ലോസ് ഹിസ് മാജിക് ബാറ്റ്? എങ്ങനെയാണ് രഞ്ജിക്ക് അവൻ്റെ മാജിക് ബാറ്റ് നഷ്ടമായത്? അതായത് അവൻ്റെ കൂടെ കളിക്കുന്ന ഒരു ആൾക്ക്, ബിം എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് കളിക്കുന്നതിൻ്റെ ഇടയിൽ, മാച്ചിൻ്റെ ഇടയിൽ ഇഞ്ചുറി പറ്റിയില്ലേ? അപ്പോൾ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ വഴിക്ക് എന്തുണ്ടായത്? അവൻ ബാറ്റ് ഒരു ബസ്സിൽ വെച്ച് മറന്നു അല്ലേ? അപ്പോൾ ബസ് ഏതാന്ന് അവന് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെയാണ് അവന് മാജിക് ബാറ്റ് നഷ്ടമായത് അല്ലേ? ആഫ്റ്റർ മാച്ച് രഞ്ജി had to take one of his teammates beam.
who was injured during the match to the hospital. In his anxiety about Beam, he left his bat on the bus. The magic bat was lost. അങ്ങനെയാണ് അവന് ബാറ്റ് നഷ്ടമായത്. ഈ ബാറ്റ് ഹാസ് എ മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. വൈ ഡസ് മിസ്റ്റർ കുമാർ സേ സോ? അതായത് ഒരു ബാറ്റിന് മാന്ത്രികശക്തി ഉള്ളത് ബാറ്റ് ചെയ്യുന്ന ആൾക്ക് മാന്ത്രികശക്തി ഉള്ളപ്പോൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് മിസ്റ്റർ കുമാർ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? അതായത് മിസ്റ്റർ കുമാർ മീൻസ് ദാറ്റ് ഇറ്റ്സ് ദ ബാറ്റ്സ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. എ ബാറ്റ് ഈസ് എ വൈറ്റൽ ടൂൾ ബട്ട് ഇറ്റ്സ് പെർഫോമൻസ് ഡിപ്പെൻഡ്സ് ഓൺ സ്കിൽ, ടാലൻറ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദി ബാറ്റ്സ്മാൻ. അതായത് ബാറ്റ് വെറും ടൂള് മാത്രമാണ്, അതിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ആ ബാറ്റ്സ്മാനിൻ്റെ സ്കില്ലിനെയും ടാലൻറ്റിനെയും കോൺഫിഡൻസിനും അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്ത്? എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ബാറ്റ്സ്മാൻ മാജിക് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാറ്റിന് മാജിക് ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയാൻ കാരണം. ഓക്കെ. Do you think Renji understood the meaning of confidence by the end of the conversation? സംഭാഷണത്തിൻ്റെ അവസാനം ആത്മവിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം രഞ്ജിക്ക് മനസ്സിലായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ, അതിന് മനസ്സിലായിട്ടുണ്ട്. രഞ്ജി ഡിസ്കവേർഡ് ദാറ്റ് ട്രൂ കോൺഫിഡൻസ് സ്പ്രിങ് ഫ്രം സെൽഫ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ഇൻ വൺസ് പൊട്ടൻഷ്യൽ. ഹി റിയലൈസ്ഡ് ദാറ്റ് കോൺഫിഡൻസ് ഈസ് നോട്ട് അബൌട്ട് ദ എക്സ്റ്റേണൽ ടൂൾസ് ബട്ട് ദ ഇന്നർ സ്ട്രെങ്ത് ഓഫ് എ പേഴ്സൺ യൂസിങ് ദം. രഞ്ജിസ് റിയലൈസേഷൻ എംപവേർഡ് ഹിം ടു പെർഫോം അറ്റ് ഹിസ് ബെസ്റ്റ്. അതായത് അതിനത് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഇന്നർ എന്താ പറയുക, ഉള്ളിലത്തെ ഒരു സ്ട്രെങ്ത്താണ് അത് കാണിക്കുന്നത് അല്ലേ. ആ റിയലൈസേഷൻ ഉണ്ടായാൽ തന്നെ എന്താണ് അത് പെർഫോം ചെയ്യുന്നതിന് നമുക്ക് കാണിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ പെർഫോമൻസിലാണ് അവനത് കാണിച്ചത്. അതിൽ നിന്നാണ് അവന് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ. വാട്ട് ഹെൽപ്പ് രഞ്ജി മേക്ക് എ ഗുഡ് സ്കോർ? രഞ്ജിയെ മികച്ച സ്കോർ നേടാൻ സഹായിച്ചത് എന്താണ്? തീർച്ചയായും എന്താണ്? കോൺഫിഡൻസ് ആണ് അല്ലേ. നമുക്കറിയാം, ആത്മവിശ്വാസമാണ്. കോൺഫിഡൻസ് ഹെൽപ്പ് രഞ്ജി മേക്ക് എ ഗുഡ് സ്കോർ. രഞ്ജി ഗെയിൻഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഓൺ ഹൗ ടു കൾട്ടിവേറ്റ് കോൺഫിഡൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി കോൺവെർസേഷൻ വിത്ത് മിസ്റ്റർ കുമാർ. മിസ്റ്റർ കുമാറിനോടുള്ള ആ കോൺവെർസേഷൻ്റെ ഇതിലാണ് അവന് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലത്തെ ആ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റിനെ അല്ലെങ്കിൽ ആ കോൺഫിഡൻസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നിനക്ക് എന്തായാലും സാധിക്കും. കോൺഫിഡൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ കോൺഫിഡൻസ് ആണ് അവനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളൊരു വസ്തുത. ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ കുമാറും രഞ്ജിയായിട്ടുള്ളൊരു കോൺവെർസേഷൻ. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ ഓരോരുത്തർക്കും എന്താ പറയുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉള്ള ആത്മവിശ്വാസം നൽകുന്ന ചില ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും ചേർന്ന് നിങ്ങളുടെ ക്ലാസ് മുറിയിലും പുറത്തെ ലോകത്തും തിളങ്ങാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നർമ്മബോധം, സർഗാത്മകത, സഹാനുഭൂതി തുടങ്ങിയ ചില ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഇതുപോലുള്ള നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങളുടെ ക്വാളിറ്റീസ് അതെന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ, ക്രിയേറ്റിവിറ്റി, എമ്പതി, അതുപോലെയൊക്കെയുള്ള നിങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള കുറച്ച് ഗുണങ്ങളുടെ ഇത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റീസൈലൻസ്, പെർസെവറൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഇതിലുണ്ടോ, നിങ്ങളുടെ ക്വാളിറ്റീസിൽ ഇതുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The match ended in a draw, but Ranji 75 was the talk of the school. അതായത് മാച്ച് അവസാനിച്ചു, അതായത് സമനിലയിലാണ് അവസാനിച്ചതെങ്കിലും അവൻ്റെ 75 റൺസ് നേടിയത് സ്കൂളിൽ സംസാര വിഷയമായി എന്ന് പറഞ്ഞു. രഞ്ജിസ് പെർഫോമൻസ് ഈസ് നൗ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. ഹിയർ ഈസ് എ കമൻറ്റ് ഗിവൺ ബൈ ഹിസ് ഫ്രണ്ട് നിഹാൽ. അതായത് ഇത് അവൻ്റെ പെർഫോമൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പം നിഹാൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു കമൻറ്റ് ഇട്ടതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു ക്രിസ്പായിട്ടുള്ളൊരു കമൻറ്റാണ് ഇട്ടിട്ടുള്ളത്.
ആളുടെ എന്താ പറയുക, അവൻ്റെ ആ കുട്ടിയുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിഹാൽ ഇട്ടിട്ടുള്ള ഒരു കമൻറ്റാണ്. വളരെ ക്രിസ്പായിട്ടുള്ള ആ ഒരു ഒക്കേഷനിൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു കമൻറ്റാണ് അവൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ക്യാൻ യു മേക്ക് സം ക്രിസ്പ് കമൻറ്റ്സ് ഓൺ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസ്? രഞ്ജിയുടെ വണ്ടർഫുൾ പെർഫോമൻസിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന നിങ്ങൾക്കുള്ള കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ്, രഞ്ജീസ് ബെസ്റ്റ് പെർഫോമൻസ് യെറ്റ്, രഞ്ജീസ് ടാലൻറ്റ് നോസ് നോ ബൗണ്ട്സ്, അങ്ങനെ കുറച്ച് അമേസിങ്, എക്സെപ്ഷണൽ, യു ആർ വണ്ടർഫുൾ, അങ്ങനെ കുറേ അധികം എന്താ പറയുക കമൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നതാണ്, ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്ടഡ് ആസ് എ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്, കൺഗ്രാജുലേറ്റ് ഹെർ യൂസിങ് ക്രിസ്പ് കമൻറ്റ്സ്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള ഒരു ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റിലെ ബെസ്റ്റ് ആക്ട്രസിനുള്ളൊരു ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്പ് കമൻറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐ റിയലി പ്രൗഡ് ഓഫ് യു, യു ആർ ഓസം, ഇറ്റ് ഈസ് ഗ്രേറ്റ് പീസ് ഓഫ് ന്യൂസ് ടു മീ, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ഇൻക്രെഡിബിൾ സക്സസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എഴുതുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇവിടെ കുറച്ച് സെൻറ്റൻസസ്, സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ് അബൌട്ട് രഞ്ജീസ് ക്യാരക്ടർ ഫ്രം ദീസ് സെൻറ്റൻസസ്? എന്തൊക്കെയാണ് രഞ്ജിയുടെ ക്യാരക്ടർ ഇതിൽ, ഈ സെൻറ്റൻസസ് നിങ്ങൾക്ക് രഞ്ജിയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചതാണ് ചോദിച്ചിട്ടുള്ളത്. ടു അനലൈസ് ദ ക്യാരക്ടർ ഓഫ് രഞ്ജീസ് ഫർദർ ഗോ ത്രൂ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ രഞ്ജിയുടെ ക്യാരക്ടർ അനലൈസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. How does Ranji behave in public? What is his general attitude? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. ഈ ഹിൻസ് ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ഹാർഡ് വർക്കിംഗ്, ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്, അംബീഷ്യസ്, അങ്ങനെ കുറച്ച് ക്യാരക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രഞ്ജിയുടെ. അത് വെച്ചിട്ട് എന്താ പറയുക ഹിൻസ് വെച്ചിട്ട് നമ്മളോട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് പേഴ്സൺ. ഇറ്റ് ടെൽസ് അസ് ഓൾ അബൌട്ട് എ ക്യാരക്ടർ ഇൻ എ സ്റ്റോറി സച്ച് എസ് വാട്ട് ദേ ലുക്ക് ലൈക്ക്, ഹൗ ദേ ആക്ട് ആൻഡ് വാട്ട് ദേ മേക്സ് ഇൻ ദം സ്പെഷ്യൽ. അതായത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണെ കുറിച്ച് എഴുതാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറിയിൽ എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആളെങ്ങനെയാണ്, ആളെങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്, ആളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്നാണ്. ഇതൊക്കെയാണ് ആ ക്യാരക്ടർ സ്കെച്ചിൽ പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ രഞ്ജിയുടെ ഈ ഒരു എന്താ പറയുക ഹിൻഡുകൾ വെച്ചിട്ട് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളും ഇതുപോലൊരു ക്യാരക്ടർ സ്കെച്ച് ഇത് വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്, ഹീ ലൈക്സ് മേക്കിംഗ് ഫ്രണ്ട്സ്, ഹീ ഈസ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What do you think of Mr. Kumar? Pick out Mr. Kumar's qualities from the list given below. ഇവിടെ കുമാറിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആളുടെ ക്വാളിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻകറേജിങ്, കൈൻഡ്, ക്രൂവൽ, ജനറസ്, സ്പോർട്സ്മാൻലി, ഫ്രണ്ട്ലി, സെൽഫിഷ്, ഹെൽപ്ഫുൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാറിനെ കുറിച്ചിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രഞ്ജിയുടെ എഴുതിയില്ലേ, അതുപോലെ കുമാറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കൂൾ സ്പോർട്സ് ക്ലബ് ഹാസ് ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് രഞ്ജി ഓൺ ഹിസ് അച്ചീവ്മെൻറ്റ് ഇൻ ക്രിക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് രഞ്ജിയുടെ ക്രിക്കറ്റിൻ്റെ അച്ചീവ്മെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫെലിസിറ്റേറ്റ് ഒരു സ്പീച്ചൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലിസിറ്റേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡെലിവേർഡ് ഇൻ റെക്കഗ്നേഷൻ ഓഫ് എ പേഴ്സൺസ് അച്ചീവ്മെൻറ്റ്സ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിനന്ദന പ്രസംഗമാണ് ഈ ഫെലിസിറ്റേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആളുടെ റെക്കഗ്നേഷനെ, ആളുടെ അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സ്പീച്ചാണ് എന്ത് ഫെലിസിറ്റേഷൻ സ്പീച്ച് എന്ന് പറയുന്നത്. അഭിനന്ദന പ്രസംഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു സ്പീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മളോട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ ഇവിടെ ഓരോ എന്താ പറയുക വിട്ടിട്ടുള്ള ലൈനുകളും ഓരോ കളറുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. ഇതിൻ്റെ അവസാനം കണ്ടില്ലേ ബ്ലൂ കളറാണ്, അത് മൊത്തം ഒരു സെൻറ്റൻസ് അവിടെ വരെയുള്ള സെൻറ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഓൾ കൊടുക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ഈസ് ആൻ എക്സ്പേർട്ട് ഫ്രം എ റണ്ണിങ് കമൻറ്ററി ഓഫ് എ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. ഇവിടെ ഒരു ക്രിക്കറ്റ് റണ്ണിങ് കമൻട്രിയുടെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു കമൻറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജീൻ ആൻഡ് മരിയ ആർ ഗിവിംഗ് എ കമൻട്രി ഓൺ ദ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ടൗൺ മോഡൽ ഹൗസ് ആൻഡ് ഡൽഹി സ്കൂൾ, ക്യാൻ യു ഹെൽപ്പ് ദം കംപ്ലീറ്റ് ഇറ്റ്. അതായത് ജീനും മായ എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ എന്താ പറയുക ടൗൺ മോഡൽ സ്കൂളിൻ്റെയും ഡൽഹി സ്കൂളിൻ്റെയും ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു കമൻട്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കമൻട്രി നിങ്ങളോട് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കമൻട്രി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനി കമൻറ്റേഴ്സ് നമുക്ക് ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഇത് നമ്മളോട് ഇനിയും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, 2 ഭാഗം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്കതിൽ ഫില്ല് ചെയ്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യു ഹാവ് ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ സം ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ്. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക് ദം അബൌട്ട് ദർ ജേർണീസ്, ചലഞ്ചസ് എക്സെട്ര ഫോർ aspiring athletes? Write down at least 5 questions you would ask in interview. Share with your friends and then the questions you have prepared. അതായത് നിങ്ങൾക്ക് ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റിയിലെ അതുപോലത്തെ ആളുകളായിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചോദിക്കുക? ആളുടെ ജേർണീസ്, ചലഞ്ചസ്, അതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക? അതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ എഴുതാം കേട്ടോ. വാട്ട് മോട്ടിവേറ്റഡ് യു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ? വാട്ട് ഇൻസ്പയർഡ് യു പെർസ്യൂ എ കരിയർ ഇൻ സ്പോർട്സ്? ക്യാൻ യു ഷെയർ എ സ്റ്റോറി ഓഫ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. മിസ്റ്റർ കുമാർ ലൈക്ഡ് എൻകറേജിങ് യങ് players and he thought Ranji would make a good cricketer. അവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ആർ സം ഇൻസ്ട്രക്ഷൻസ് മിസ്റ്റർ കുമാർ മൈറ്റ് ഹാവ് ഗിവൺ രഞ്ജി. അതായത് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കുമാറിന് കൊടുത്തിട്ടില്ല, രഞ്ജിക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീപ് ദിസ് ബാറ്റ് ആൻഡ് വാച്ച് ഫീറ്റ് വെൻ യു ഫേസ് ഫാസ്റ്റ് ബോളേഴ്സ്, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗീവൺ യൂസിങ് ദ വേർഡ് കീപ്പ്. അതായത് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് എന്താ പറയുക ചിത്രങ്ങളും അതിനോട് പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷനോടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കീപ്പ് യുവർ ഡോർ ക്ലോസ്ഡ്, കീപ്പ് യുവർ ഹാൻഡ്സ് ക്ലീൻ, കീപ്പ് ഡിസ്റ്റൻസ് ഫ്രം വൈൽഡ് ആനിമൽസ്. അങ്ങനെ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ചായിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. കീപ്പ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അവേ ഫ്രം ഹീറ്റ്, കീപ്പ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് റെഡിലി അവൈലബിൾ, കീപ്പ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. അങ്ങനെ കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ലെറ്റ് us മേക്ക് സം ഈ സെൻറ്റൻസസ് യൂസിങ് ഡോണ്ട്. ഇവിടെ ഡോണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഡോണ്ട് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസാണ് ആക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഇവിടെ എന്താ പൂ പറിക്കരുതെന്ന്. അപ്പോൾ ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്, ഇപ്പോൾ വേസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ ഡോണ്ട് ത്രോ വേസ്റ്റ്, ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ആണ്. ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺസ്. പിന്നെ ഇവിടെ വർത്തമാനം പറയണേ ഡോണ്ട് ടോക്ക്. പിന്നെ വാട്ടർ പോകുന്നതാണ്. അപ്പോൾ ഡോണ്ട് വേസ്റ്റ് വാട്ടർ. അപ്പോൾ അങ്ങനത്തെ അത് നിങ്ങൾ ഫീൽ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വരുന്നതാണ്. ഫ്രെയിം സം ഇൻസ്ട്രക്ഷൻസ് യൂസിങ് അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷ്യൂർ, ലിസൺ ആൻഡ് ഫോളോ. അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിങ്. അപ്പോൾ അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷ്യൂർ, ലിസൺ ആൻഡ് ഫോളോ വെച്ചിട്ട് നിങ്ങളോട് കുറച്ച് ഇൻസ്ട്രക്ഷനായിട്ടുള്ള സെൻറ്റൻസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ദ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലിസൺ അറ്റൻറ്റീവ്ലി ടു അതേഴ്സ്, എൻഷ്യൂർ അഡക്വേറ്റ് സ്ലീപ്പ്, ചെക്ക് ഇമെയിൽ ആൻഡ് മെസ്സേജ് റെഗുലർലി. അപ്പോൾ ആ
വേർഡ്സ് വെച്ചിട്ട് അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മോർ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും എഴുതാം കേട്ടോ. നെക്സ്റ്റ്, യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് an inter-school football match next month. Imagine you are an organizer of the event. Can you write some simple instructions for participating team and volunteers? അതായത് ഒരു ഇൻ്റർ-സ്കൂൾ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് നെക്സ്റ്റ് മന്തിൽ. അപ്പോൾ നിങ്ങളതിൻ്റെ ഓർഗനൈസറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഇവൻറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമിനും വോളണ്ടിയേഴ്സിനുമായിട്ട് സിമ്പിളായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്? ബിഫോർ ഡേ ഓഫ് ദി മാച്ച്, ഓൺ ദ വേ ഓഫ് ദി മാച്ച്, അതായത് മാച്ചിന് മുൻപും അതായത് തന്നെ മാച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രോം ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്. രഞ്ജിയുടെ മാജിക് ബാറ്റിൻ്റെ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, I will lend it to you for the rest of cricket season. You won't fail with it. Just take care of yourself. Okay. The word take is also used other words in a similar way, such as take a chance, take a break. Some words often go together. Example, heavy rain. Such combinations are called collocations. Words like strong or hard are not usually used with rain. Okay. ഇപ്പോൾ ടേക്ക് എന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ വേറെ സിമിലർ ആയിട്ടുള്ള കുറച്ച് പദങ്ങൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ചാൻസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന വാക്കുകളാണ്. ഓക്കെ, ഉദാഹരണം ഹെവി റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം കോമ്പിനേഷനുകളെയാണ് എന്ത് പറയുന്നത്, കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. മഴയ്ക്കൊപ്പം ശക്തമല്ലെങ്കിൽ കഠിനം തുടങ്ങിയ വാക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. എന്താ പറയുക, words like strong or hard are not usually used with rain. ഓക്കെ, ഹെവി റെയിൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ചേർന്ന് പോകുന്ന വാക്കുകൾ ടേക്ക് എ ചാൻസ്, ടേക്ക് എ ബ്രേക്ക്, അത്തരത്തിൽ ചേർന്ന് പോകുന്ന വാക്കുകളെ, പദങ്ങളോട് ചേർന്ന് പോകുന്ന വാക്കുകളെയാണെന്ന് പറയുന്നത് കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടേക്കായിട്ട് ചേർന്ന് പോകുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് ടിക്ക് മാർക്ക് കൊടുക്കാൻ പാടുണ്ട്. അപ്പോൾ ഞാനവിടെ റെഡ് സർക്കിളാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ടേക്ക് എ സീറ്റ്, ടേക്ക് എ ലുക്ക്, ടേക്ക് എ റിസ്ക്, ടേക്ക് എ ചാൻസ്. അപ്പോൾ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് അതിൽ വരുന്നതാണ് നൗ കംപ്ലീറ്റ് ദി സ്റ്റോറി യൂസിങ് ഹാവ്, ഡു ആൻഡ് മേക്ക് ടു ഫോം സ്യൂട്ടബിൾ കൊളോക്കേഷൻസ്. അതായത് നിങ്ങൾ ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഹാവ്, ഡു, മേക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതൊക്കെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു. അതായത് വിട്ടുപോയിട്ടുള്ളടത്ത് ഹാവ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ മേക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, എന്നിട്ട് എഴുതുക. നെക്സ്റ്റ്, ലെറ്റ് us meet some more words and find out who loves to hang out with get, keep, come and go. Fill in the blanks with their special companions. ഇവിടെ അത് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഗെറ്റ്, കീപ്പ്, കം, ഗോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന സ്പെഷ്യൽ ക്യാമ്പയിനിയൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കൊളോക്കേഷൻസ് പോലെ തന്നെ, കൊളോക്കേഷൻസ് തന്നെ. അതായത് ഗെറ്റ് ആംഗ്രി, ഗെറ്റ് അലോങ്, ഗെറ്റ് ഓൺ, ഗെറ്റ് അവേ, ഗെറ്റ് ത്രൂ, ഗെറ്റ് ഓവർ, ഗെറ്റ് അപ്പ്. അപ്പോൾ കീപ്പ് ഓൺ, കീപ്പ് അപ്പ്, കീപ്പ് പ്രോമിസ്, കീപ്പ് ക്വൈറ്റ്, അങ്ങനെ അതിനോട് ചേർന്ന് പോകുന്ന വാക്കുകൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ, കുറച്ച് ഇതുപോലെ കിട്ടുന്നത് ഉണ്ടാവും, അതിനോട് ചേർന്ന് പോകുന്ന മറ്റു വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക കേട്ടോ. നെക്സ്റ്റ് വായിക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലേയേഴ്സ് ആൻഡ് ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ ആസ് ഗുഡ് ആസ് ഇന്ത്യസ് ഫേമസ് പ്ലേയേഴ്സ്. ഇവിടെ ആസ് ഗുഡ് ആസ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ അവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. വി ക്യാൻ കമ്പയർ ടു തിങ്സ് ദാറ്റ് are very similar or equal in a special aspect using as. It is like saying they are the same in a particular way. A rose is as beautiful as a lotus. അതായത് ഇവിടെ ആസ് ഗുഡ് ആസ് അല്ലെങ്കിൽ ആസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അതിനോട് ചേർന്ന് പോകുന്ന മറ്റേ ഒരു ഇത്. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജി ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ ആവും അല്ലെങ്കിൽ ക്രിക്കറ്റർ ആവും ആസ് ഇന്ത്യസ് ഫേമസ് പ്ലെയേഴ്സ്, ആസ് ഗുഡ് ആസ് ഇന്ത്യസ് ഫേമസ് പ്ലെയേഴ്സ്. അതുപോലെ തന്നെ എ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ആസ് എ ലോട്ടസ്. അതായത് അതിനോട് ചേർന്നിട്ട്, അതായത് എന്താ പറയുക, ഒരു മിനിറ്റ്, ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആസ്പെക്റ്റിൽ ഒരു പ്രത്യേക ഭാവത്തിൽ വളരെ സാമ്യമുള്ളതോ അല്ലെങ്കിൽ തുല്യമായതോ ആയ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആസ് ഉപയോഗിച്ച് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഒരു പ്രത്യേക രീതിയിൽ അവ സമാനമാണെന്ന്, ഇപ്പോൾ ആസ് ഗുഡ് ആസ് എന്ന് പറയുന്ന ക്രിക്കറ്ററാണ് ആസ് ഫേമസ് ക്രിക്കറ്റ് പ്ലെയർ, അങ്ങനെ. ഇപ്പോൾ താമര മനോഹരമാണ് ആസ് റോസപ്പൂ, അങ്ങനെ. താമര പോലെ മനോഹരമാണ് റോസപ്പൂ, അതുപോലെ ഇതുപോലെ അത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആസ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരു പ്രത്യേക രീതിയിൽ അവ സമാനമാണെന്ന് പറയുന്നത്, അവ ഒരേപോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് ഈസ് ലൈക്ക് സെയിം, ദേ ആർ സെയിം ഇൻ എ പർട്ടിക്കുലർ വേ, ഒരു പർട്ടിക്കുലർ വേയിൽ അവർ സെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആസ് എന്നുള്ളത് ഒരു എക്സ്പ്രഷൻ അവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ് us combine the following sentences using as. Delhi is crowded. അപ്പോൾ മുംബൈ ഈസ് ക്രൗഡഡ്. സോ ഡൽഹി ഈസ് ആസ്, അപ്പോൾ നമുക്കതെങ്ങനെ കംപ്ലീറ്റ് ആക്കാം? ഡൽഹി ഈസ് ആസ് ക്രൗഡഡ് ആസ് മുംബൈ. നെക്സ്റ്റ് നോക്കാം, എ ഫ്ലവർ ഗാർഡൻ ഈസ് റിഫ്രഷിങ്, എ കൂൾ ബ്രീസ് ഈസ് റിഫ്രഷിങ്. അപ്പോൾ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആക്കാം? എ ഫ്ലവർ ഗാർഡൻ ഈസ് ആസ് റിഫ്രഷിങ് ആസ് എ കൂൾ ബ്രീസ്. മനസ്സിലായോ? നെക്സ്റ്റ്, കേക്ക് ഈസ് ഡെലീഷ്യസ്, ചോക്ലേറ്റ് ഈസ് ഡെലീഷ്യസ്. രണ്ടും ഡെലീഷ്യസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അതാക്കുക? കേക്ക് ഈസ് ആസ് ഡെലീഷ്യസ് ആസ് ചോക്ലേറ്റ്. നെക്സ്റ്റ്, ദിസ് പസിൽ ഈസ് ട്രിക്കി, മൈ മാത്ത് ഹോംവർക്ക് ഈസ് ട്രിക്കി. ദ പസിൽ ഈസ് ആസ് ട്രിക്കി ആസ് മൈ മാത്ത് ഹോംവർക്ക്. മനസ്സിലായോ? അങ്ങനെയാണ് ആസ് ചേർക്കാം. ഇനി ഇവിടെ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. എ കാർ ഈസ് ആസ് ഫാസ്റ്റ് ആസ് എയ്റോപ്ലെയിൻ. അങ്ങനെയാണോ? അല്ല. എ കാർ ഈസ് നോട്ട് ആസ് എന്നാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആസ് അല്ല, നോട്ട് ആസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ആൻ എയ്റോപ്ലെയിൻ. എ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ പബ്ലിക് സ്പീച്ച്. An autumn is not as cold as winter. The moon is not as bright as the sun. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് ആസ് എന്നാണ്, ഇവിടെ നോട്ട് ആസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാമ്പിൾ കണ്ടു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയാൻ താരതമ്യത്തിൽ കുറവാണ്. ഓക്കെ, അതായത് ടു സേ ദാറ്റ് വൺ തിങ് ഈസ് ലെസ് ഇൻ കമ്പാരിസൺ വിത്ത് അനദർ. മനസ്സിലായി? മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്ന് കുറവാണ്. ഇപ്പോൾ കാറിനേക്കാൾ ഫാസ്റ്റാണ് എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ. അപ്പോൾ എലിഫൻ്റ് ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് എ ടൈഗർ. അതായത് എലിഫൻ്റ് എന്ന് പറയുന്നത് ടൈഗറിനേക്കാൾ ഫാസ്റ്റ് അല്ല എന്ന്, ആനയ്ക്ക് കടുവയോളം വേഗതയില്ല, അങ്ങനെ. അതായത് ഇതിനോളം അത് വരില്ല, ഇതിനേക്കാൾ അത് കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് ആസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ചേർക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് യൂസ് ടു മേക്ക് സജഷൻസ്, റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇവിടെ നിങ്ങളോട് എന്താ പറയുക, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ ഒരു സജഷൻസാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മിനിറ്റ്. അതായത് ഈ കോൺവെർസേഷൻ വായിച്ചിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ സജഷൻസാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് താഴത്തെ ബോക്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വായിക്കുക. അതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് ക്ലബ്ബ് തുടങ്ങണതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർക്ക് ക്ലീനിങ് ചെയ്യുന്നതിനെ കുറിച്ചും, അതുപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ട്രീസ് പ്ലാന്റ്, അതായത് ചെടികൾ മരങ്ങൾ നടുന്നതിനെ കുറിച്ചും, ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ
എന്താ പറയുക, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസാണ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ എഴുതാം. ഓക്കെ, മനസ്സിലായോ? There is a discussion in Namita's class on making the school eco-friendly. The teacher asked the students to give more suggestions. Can you help them? അതിവിടെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളോട് കുറച്ച് സജഷൻസ്, അതായത് നമ്മുടെ സ്കൂൾ എക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സജഷൻസാണ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഹിൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളോട് അതായത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സജഷൻസ് യു ക്യാൻ യൂസ് ദീസ് എക്സ്പ്രഷൻസ് ടു മേക്ക് സജഷൻസ്. ഈ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടുള്ള സജഷൻസാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ഇപ്പോൾ വാട്ട് ഡു യു തിങ്ക്, അത് വെച്ചിട്ടുള്ള സജഷനാണ്. അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സജഷൻ. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇൻസ്റ്റാളിങ് സോളാർ പാനൽസ്? അപ്പോൾ അതുപോലെ വാട്ട് അബൌട്ട് അവോയ്ഡിങ് പ്ലാസ്റ്റിക്. അപ്പോൾ അങ്ങനത്തെ സജഷൻസ്, ഈ ഒരു എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള സജഷൻസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പോയാണ്. പോയത്തിൻ്റെ പേരാണ് ഡോർസ് ഓഫ് ഡയറിങ് എന്ന് പറയുന്നത്. ഡോർസ് ഓഫ് ഡയറിങ് എന്ന് പറഞ്ഞാൽ സാഹസികതയുടെ വാതിലുകൾ. ഹെൻറി വാൻ ഡൈക്ക് ജൂനിയറിൻ്റെ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പോയാണിത്. അപ്പോൾ അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ടിതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ്. അതാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അദ്ദേഹം. നേച്ചേഴ്സ് വണ്ടേഴ്സ്, അതാണ് അതിൽ മെയിനായിട്ട് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിറ്റാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ബയോ ഒന്ന് വായിക്കാം. അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയിറ്റ് Henry Van Dyke Jr. was born 1852 in Germantown, USA. He became popular for a wide range of poetry that explored various aspects of religion and man's relationship with nature. He was a professor of English literature at Princeton University for over 20 years. His notable works are The Other Wise Man, The First Christmas Tree. He passed away 1933. അതായത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ബയോ ആണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറയുന്നത് USA ജർമ്മൻ ടൗണിലാണ് അദ്ദേഹം ജനിച്ചത്. 1852 റൈറ്ററാണ്, പോയിറ്റാണ്. അതിലധികം അദ്ദേഹം ഇംഗ്ലീഷ് ഒരു പ്രൊഫസറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസറാണ്. അവിടെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ 20 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് ദ അതർ വൈസ് മാൻ, ദ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സാണ് അതൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയിട്രി എക്സ്പ്ലോർ ചെയ്യുന്നത് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് റിലീജിയൻ, മതപരമായിട്ടുള്ളതും അല്ലെങ്കിൽ മാൻസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചറായിട്ട് മാൻ്റെ റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ മെയിൻ ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. Doors of daring. The mountains that enfold the vale with walls of granite steep and high invite the fearless foot to scale their stairway toward the sky. The restless deep dividing sea that flows and foams from shore to shore calls to its sunburned chivalry. Push out, set sail, explore, and all the bars at which we fret, that seem to prison and control, are but the doors of daring set ajar before the soul. അതായത് ഈ കവിതയുടെ ആശയം എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൽ നമ്മൾക്ക് മുന്നിലുണ്ടാകുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഇതൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടാൻ അതിനുള്ളൊരു ആഹ്വാനമൊക്കെയാണ് എന്താ പറയുക നമ്മുടെ ഈ പോയത്തിലൂടെ തരുന്നത്. ഓക്കെ, 10 courageous readers to be bold, take risk and face challenges with courage and bravery. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത്
പുതിയ അവസരങ്ങളും സാധ്യതകളും അനുഭവങ്ങളും തേടുവാനും അതിലൂടെ വളർച്ചയും അതുപോലെ തന്നെ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാനുള്ളൊരു വാതിൽ തുറന്നു തരികയാണ് ഈ കവിത. ഓക്കെ, ഡോസ് സിംബോളൈസ് new experience, growth and transformation. The poem inspires readers to find inner strength, confidence and resilience by empowerment and self-discovery. അതായത് നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്ത്, റീസൈലൻസ് ബൈ എംപവർമെൻറ്റ് ആൻഡ് സെൽഫ് ഡിസ്കവറി, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് നമുക്ക് ഈ കവിത നമുക്ക് അതിനുള്ളൊരു പ്രചോദനമാണ് ഈ കവിത നമുക്ക് തരുന്നത്. ഇറ്റ് എൻകറേജസ് ദം ടു എക്സ്പ്ലോർ ന്യൂ ഹൊറിസോൺസ്, ഓവർകം ഒബ്സ്റ്റക്കിൾസ് ആൻഡ് സ്റ്റേ ഡിറ്റർമിൻഡ്. അതായത് നമ്മളെ എൻകറേജ് ചെയ്യിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, പുതിയ ഒരു അതായത് പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നിട്ട് ഓവർകം ഒബ്സ്റ്റക്കിൾസ്, എന്നിട്ട് എക്സ്പ്ലോർ ന്യൂ ഹൊറിസോൺ, എന്നിട്ട് എന്താ പറയുക, നമ്മൾ ചക്രവാളങ്ങളൊക്കെ കീഴടക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രേരണ, ശക്തമായിട്ടുള്ള പ്രേരണ നൽകുകയാണ് നമ്മളെ ഈ കവിതയിലൂടെ നമുക്ക്. ഓക്കെ, അപ്പോൾ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ മൗണ്ടെയ്ൻസ് എൻഫോൾഡ് ദ വാല്യൂ? എങ്ങനെയാണ് പർവ്വതങ്ങൾ താഴ്വരയെ ചുറ്റുന്നത്? ദ മൗണ്ടെയ്ൻസ് എൻഫോൾഡ് ദ വാലി വിത്ത് വോൾസ് ഓഫ് ഗ്രാനൈറ്റ്. ഓക്കെ, വൈ ഡസ് ദ പോയിറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടെയ്ൻസ് ആസ് ദ സ്റ്റെയർ എവേ ടു ദ സ്കൈ? എന്തുകൊണ്ടാണ് പർവ്വതങ്ങളെ ആകാശത്തേക്കുള്ള ഗോവണിപ്പടികളായി കവി വിവരിച്ചിരിക്കുന്നത്? വെൻ വി ലുക്ക് ഫ്രം എ ഡിസ്റ്റൻസ് the high mountains seem to touch the sky, so the poet describes the mountains as stairway to the sky. Okay, next question, what does the poet mean by sunburned chivalry? അതായത് സൂര്യാഘാതമേറ്റ ധീരത എന്നതുകൊണ്ട് എന്താണ് കവി അർത്ഥമാക്കുന്നത്? ഇറ്റ് refers to the bravery, honor and noble spirit of sailors, explorers and adventurers. The spirit of adventure is tested and seasoned by the harsh environment of the sea like a heat of the sun. Next question നോക്കാം. Which lines of the poem suggest we should treat limitations as opportunities for success? അതായത് കുറവുകളെ അവസരങ്ങളായി കരുതണമെന്ന് നിർദ്ദേശിക്കുന്ന പദ്യത്തിലെ വരികൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? At all the bars at which we fret that seem to prison and control are but the doors of daring set ajar before the soul. Okay, next, how does the poet want the reader to look at life's challenges? ജീവിതത്തിലെ വെല്ലുവിളി എങ്ങനെ കാണണമെന്നാണ് കവി വായനക്കാരോട് പറയുന്നത്? The poet wants to reader to look at life's challenges as opportunities for success. ചലഞ്ചസിനെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സക്സസ്സിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളതിൽ കാണേണ്ടതെന്നാണ് കവി വായനക്കാരോട് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. റൈറ്റ് ദം ബിലോ. യു ക്യാൻ സെർച്ച് ഓൺലൈൻ ഓർ റെഫർ ദ ബുക്സ്. അതായത് നിങ്ങളോട് ബ്രേവറിനെ കുറിച്ചും കറേജിനെ കുറിച്ച് കുറച്ച് എന്താ പറയുക കോട്ടുകൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ബുക്സ് റെഫർ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് റെഫർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഓൺലൈനോ വല്ല ബുക്കിൽ നിന്നൊക്കെ കറേജിനും ബ്രേവറിനും കുറിച്ചിട്ടുള്ള എന്താ പറയുക കോട്ടുകൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ ലൈന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത്? ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സെയിം ടു prison and control are but the doors of daring set ajar before the soul. അതായത് ഇതിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ്. ഇതിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഇതാണ് ഫ്രെറ്റ്, സെറ്റ്, കൺട്രോൾ, സോൾ. അതാണ് ഇതിൻ്റെ റൈമിംഗ് വേർഡ്സ്. ഇതിൽ വരുന്ന ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം. ഈ റൈം സ്കീം ഏതൊക്കെയാണ്? ഇതിൽ വരുന്ന റൈം സ്കീം ഏതാണ്? എ ബി ആണ് റൈം സ്കീം വരുന്നത്. ഓക്കെ, നമ്മൾ റൈം സ്കീം എന്നുള്ളത് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് അലിട്രേറ്റ് ഇൻ ദീസ് ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതായത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ അലിട്രേറ്റ് ചെയ്യുന്ന വാക്കുകൾ കണ്ടെത്തി നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അലിട്രേറ്റ് എന്നുള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത്? ഡിവൈഡിങ്, ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം, പിന്നെ ഷോസ് ടു ഷോർ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്ന അലിട്രേറ്റ് വേർഡ്സ്. ഓക്കെ, അലിട്രേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഈ ലൈൻസ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് സ്പോർട്ട് ടു സ്കെയിൽ ദെയർ സ്റ്റെയർ അവേ ടുവാർഡ് ദ സ്കൈ ടു ഗെറ്റ് വിഷ്വൽ ഇമേജ് ഓഫ് ദി മൗണ്ടെയ്ൻസ്. ദേ ടെൽ as how the mountains look. അതായത് ഇവിടെ പറയുന്ന ഒരു മൗണ്ടെയ്ൻസിൻ്റെ വിഷ്വൽ ഇമേജാണ് നമ്മൾ ഈ ഒരു ലൈൻസിൽ കൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മൗണ്ടെയിൻ ഇരിക്കുന്നത്, എങ്ങനെയാണ് കാണാൻ എന്നുള്ളത് നമ്മളെ അവിടെ എഴുതിയിരിക്കുകയാണ്. ഒരു വിഷ്വൽ ഇമേജ് അവിടെ കൊടുത്തിരിക്കുകയാണ്. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ഇമേജ് ഈസ് എ പോയം ഈസ് എ വിവിഡ് പിക്ചർ ഓഫ് വേർഡ്സ്. അതായത് പിക്ചറിനെ നമ്മൾക്ക് വേർഡ്സിൽ കൂടെ കാണിച്ചു തരുന്ന ഒരു ഇതാണ് വിഷ്വൽ ഇമേജ് ഓഫ് ദി പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിഷ്വൽ ഇമേജസ് മേക്ക് എ പോയം ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. വിഷ്വൽ ഇമേജ് കാണിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളും പവർഫുള്ളും ആയിരിക്കും. കാരണം അത് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വേർഡ്സിൽ കൂടെ അത് നമ്മളെ മെമ്മറിയിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദം. നമ്മളോട് ഈ താഴെ തന്നിരിക്കുന്ന ലൈൻസ് വായിച്ചിട്ട് അതിൽ വിഷ്വൽ ഇമേജ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. The restless deep dividing sea that flows and forms from shore to shore, calls to it sunburned chivalry, push out, set sail, explore. ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്ന ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു എന്താ പറയുക വിഷ്വൽ ഇമേജ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജ് ഇൻ ദ ഫോളോയിങ് ലൈൻസ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ വിഷ്വൽ ഇമേജ് ചെയ്യുന്ന ലൈൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോ ടു ഷോ. അതാണ് ഇതിൽ വിഷ്വൽ ഇമേജ് ചെയ്യുന്ന ലൈൻ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സീനെ കുറിച്ച്, സീ എങ്ങനെ കാണുന്നു, സീനെ ഇരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ആ വിഷ്വൽ ഇമേജ് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൽ ഇത്രേ പറയുന്നത്, വി ക്യാൻ വിഷ്വലൈസ് ഇൻ അവർ മൈൻഡ്സ് ദ റെസ്റ്റ്ലെസ് ഡീപ്പ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ. ഓക്കെ, നമ്മളെ വേർഡ്സിൽ കൂടെ അതിലേക്ക് ആ ചിത്രം കാണിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക്. അതാണ് വിഷ്വൽ ഇമേജ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കഥയാണ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കുന്ന കൈകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്ലാസിക് പെയിൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഈ പ്രശസ്തമായ ചിത്രങ്ങളുടെ പിന്നിലെ കഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് കഥ ഒന്ന് വായിച്ചു നോക്കിയാലോ. ബാക്ക് ഇൻ ദ 15th century, a tiny village in Germany lived a Dürer family with 18 children. Yes, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albrecht and Albert, had a dream. They both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. അതായത് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് ജർമ്മനിയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്, ഒരു 15th century ജർമ്മനിയിലൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഒരു ഡ്യൂറർ ഫാമിലി ജീവിച്ചിരുന്നു. എത്ര മക്കളായിട്ട്? 18 മക്കളുള്ളൊരു കുടുംബം ജീവിച്ചിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 18 ചിൽഡ്രൻ. അപ്പോൾ ആ വലിയ ഫാമിലീനെ, ആ ബിഗ് ഫാമിലീനെ ഫുഡ്, അവരുടെ ഭക്ഷണമൊക്കെ ചെയ്ത് നോക്കിയിരുന്നത് അവരുടെ പപ്പയായിരുന്നു, അവരുടെ ഫാദറായിരുന്നു. അവരുടെ ഫാദർ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്മിത്താണ്.
ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ സ്വർണ്ണപ്പണിയാണ്. അദ്ദേഹം 18 മണിക്കൂർ, ഒരു ദിവസത്തിൽ 18 മണിക്കൂർ അദ്ദേഹം വർക്ക് ചെയ്യും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നൈബർഹുഡിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ, പൈസ കിട്ടുന്ന ചെറിയ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതും അദ്ദേഹം ചെയ്യും. അപ്പോൾ അത്രയും എന്താ പറയുക, വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമാണ് അവരുടെ. അപ്പോൾ ഒരു നിരാശാജനകമായിട്ടൊരു അവസ്ഥയാണ്. 2 മുതിർന്ന കുട്ടികളുണ്ട് അദ്ദേഹത്തിന്, ആൽബ്രൈറ്റും അതുപോലെ ആൽബർട്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് കലയിലാണ് അവരുടെ കഴിവുകളുള്ളത്. പക്ഷേ അവർ ആ കഴിവുകൾ പിന്തുടരാൻ 2 പേരും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അക്കാദമിയിൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവർക്ക് അറിയായിരുന്നു എന്താ, അവരുടെ ഫാദറിന് അവരെ അക്കാഡമിയിൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല എന്നുള്ളത് അവർക്കറിയായിരുന്നു. അതാണ് ഫസ്റ്റ് ആ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻ ദ 2 boys finally worked out a pact. They would toss a coin. The loser would go down into the nearby mines. His earnings would support his brother to study at the academy. In 4 years, the brother who won the toss would complete his studies. He would then support his brother to go to the academy. If necessary, he would even work in the mines for that. അതായത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് 2 ബ്രദർമാരുണ്ടല്ലോ, ഈ അപ്പനുണ്ട്, ആൺകുട്ടികളുണ്ട്, മൂത്ത ആൾ. അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തി. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് നോക്കുക. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൽ തോൽക്കുന്ന വ്യക്തി, ലോസ് ചെയ്യുന്ന വ്യക്തി തൊട്ടടുത്തുള്ള ഖനികളിൽ പണിയെടുക്കണം. അവൻ്റെ പൈസ കൊണ്ട് ബ്രദറിനെ അടുത്ത ആൾ പഠിച്ചിട്ട് അക്കാഡമിയിൽ ചേർന്നിട്ട് പഠിക്കുക. 4 വർഷം കൊണ്ട് അദ്ദേഹം ആ ബ്രദർ ഫുൾ സ്റ്റഡി കംപ്ലീറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് ബ്രദറിനെ പഠിപ്പിക്കുക, അക്കാഡമിയിൽ വിട്ട് പഠിപ്പിക്കുക. അപ്പോൾ അക്കാഡമിയിൽ പഠിപ്പിക്കാൻ കുറച്ചും കൂടി പണം ആവശ്യമാണെങ്കിൽ ഖനികളിൽ പണിയെടുക്കുക. ഇഫ് നെസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. അങ്ങനെ പണിയെടുക്കുക. അതാണ് അവർ തമ്മിൽ എടുത്ത തീരുമാനം. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം. One Sunday morning after church, they tossed the coin that would determine their future. Albert Dürer, the young brother, won the toss and went off the academy. അതായത് ഒരു ദിവസം ഒരു പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന കോയിൻ ടോസ് ചെയ്തു. ആൽബ്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യങ് ബ്രദർ, ഏറ്റവും ഇളയ സഹോദരൻ, ആ ടോസിൽ വിൻ ചെയ്തു. അങ്ങനെ അദ്ദേഹം എവിടേക്ക് പോയി? അക്കാഡമിയിലേക്ക് പഠിക്കാൻ പോയി. ആൽബർട്ട് എന്ത് ചെയ്തു? വെന്റ് ടു ദ ഡേഞ്ചറസ് മൈൻസ്. ആൽബർട്ട് എന്ന് പറയുന്ന സഹോദരൻ എന്ത് ചെയ്തു? മൈൻസിലേക്ക് പണിയെടുക്കാൻ പോയി. ഫോർ ദ നെക്സ്റ്റ് 4 years സപ്പോർട്ട് ഹിസ് ബ്രദർ. ആ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ 4 വർഷം ഖനികളിലേക്ക് പണിയെടുക്കാൻ പോയി. ആൽബർട്ട് വർക്ക് അറ്റ് ദ അക്കാഡമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. അതായത് ആൽബർട്ടിൻ്റെ വർക്ക് അക്കാഡമിയിൽ വളരെ ഒരു സെൻസേഷനായിരുന്നു. വളരെയധികം എല്ലാവരും നോക്കുന്ന തരത്തിലുള്ള വർക്കുകളായിരുന്നു ആൽബ്രക്റ്റിൻ്റെ വർക്കുകൾ. ആൽബ്രക്ട്സ് എച്ചിങ്സ്, ഹിസ് വുഡ് കട്ട്സ്, his oil paintings were far better than those of most of his professors. അദ്ദേഹത്തിൻ്റെ വുഡ് കട്ട്, ഓയിൽ പെയിൻറ്റിങ്സ്, എച്ചിങ്സ് ഒക്കെ വളരെയധികം അവിടുത്തെയുള്ള പ്രൊഫസേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു. ബൈ ദ ടൈം ഹി ഗ്രാജുവേറ്റഡ് ഹി വാസ് ബിഗിനിങ് ടു ഏൺ എ കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക്സ്. അതായത് അദ്ദേഹത്തിന് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ, ആൽബ്രക്റ്റിൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനനുബന്ധിച്ചിട്ടുള്ള കൺസിഡറബിൾ ആയിട്ടുള്ള ഫീ അദ്ദേഹത്തിന് കിട്ടി ചെയ്യാൻ അദ്ദേഹം തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. When the young artist returned to his village, the Dürer family held a festive dinner on their lawn to celebrate his homecoming. It was a long and memorable meal filled with music and laughter. At the end, Albrecht rose from his honored position at the head of the table. He drank a toast to the beloved brother for the years of sacrifice that had enabled him to fulfill his ambition. His closing words were, "And now, Albert, blessed brother of mine, now it is your turn. Now you can go to the academy to pursue your dream, and I will take care of you." അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആൽബ്രക്റ്റ് പഠനമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ വീട്ടുകാർ ഡ്യൂറർ ഫാമിലി എന്ത് ചെയ്യാണ്, വലിയ സെലിബ്രേഷനൊക്കെയാണ്, വലിയൊരു ആളായിട്ടല്ലേ തിരിച്ചു വരുന്നത്. അപ്പോൾ വലിയ സെലിബ്രേഷനും പാട്ടും ഫുഡും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫെസ്റ്റീവ് ഡിന്നറാണ് ഒരുക്കിയിരുന്നത്. അറ്റ് എൻഡിൽ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബ്രക്റ്റ് തൻ്റെ പൊസിഷനിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് പറയാണ്, he drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. അതായത് ആൽബ്രക്റ്റിനെ ഇവിടം വരെ ഇവിടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാപ്തരാക്കിയ ഒരു ആളുണ്ട്. അത് ആൽബർട്ട് എന്ന് പറഞ്ഞ സഹോദരൻ. അദ്ദേഹം മൈൻസിൽ പണിയെടുത്തിട്ടാണ് അവനെ ഇവിടേക്ക് എത്തിച്ചത് അല്ലേ. ആ പൈസയും കൊണ്ടാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആൽബ്രക്റ്റ് പറയാണ് ആൽബർട്ടിനോട്, ഇനി സഹോദര, ഇനി നിൻ്റെ ഊഴാണ്. ഞാൻ നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് പിന്തുടരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. നീ അക്കാഡമിയിലേക്ക് പോകൂ, നിങ്ങൾക്കിനി അക്കാഡമിയിലേക്ക് പോകാം, ഞാൻ നിങ്ങളെ പരിപാലിക്കും എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യും, എനിക്കിനി അക്കാഡമിയിൽ പോയി പഠിക്കാം എന്ന് പറയാണ് ആൽബർട്ടിനോട്. All heads turned in eager expectation to the far end of the table where Albert sat. Tears were streaming down his pale face. Shaking his lowered head from side to side, he sobbed and repeated over and over again, "No, no, no, no." Finally, Albert Rose wiped the tears on his cheeks. He glanced down a long table at the faces he loved. Then, holding his hands close to his right cheek, he said softly, "No, brother, I cannot go to the academy. It is too late for me. Look, what 4 years in the mines have done to my hands. The bones in every finger have been smashed, at least one. I cannot even hold a glass to return your toast, much less make art on canvas with a pen or a brush." അങ്ങനെ ആൽബർട്ട് പറയുകയാണ് ആളോട് പറഞ്ഞില്ലേ, ഇനി നിങ്ങളുടെ ഊഴാണ് ആൽബർട്ട് പറഞ്ഞു, നിങ്ങളുടെ ഊഴാണ്, നിങ്ങളാണ് ഇനി അക്കാഡമിയിൽ പോയി പഠിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം വളരെ ആകാംക്ഷയോടുകൂടി ആൽബർട്ട് ഇരിക്കുന്ന മേശയുടെ അവിടേക്ക് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം കരയാണ്. അദ്ദേഹത്തിൻ്റെ വിളറിയ മുഖത്ത് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഇല്ല വേണ്ടെന്ന് പറയാണ്. അങ്ങനെ കരയണ്ടെന്ന് ആൽബർട്ട് അങ്ങനെ കണ്ണുനീര് തുടച്ചിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ആൽബ്രക്റ്റിനോട് അദ്ദേഹം പറയാണ്, "ഇല്ല സഹോദരൻ, എനിക്ക് അക്കാഡമിയിൽ പോകാൻ കഴിയില്ല, വളരെ വൈകിയിരിക്കുന്നു. നോക്ക്, 4 വർഷം ഖനികളിൽ പണിയെടുത്തിട്ട് എൻ്റെ ഓരോ വിരലിലെയും ഓരോ വിരലിലെ ബോൺസ് തകർന്നിരിക്കുകയാണ്. എനിക്കിനി ഒരു ഗ്ലാസ് പോലും പിടിക്കാം, നിങ്ങൾ തരുന്ന ആ ടോസ്റ്റ് തിരികെ തന്നിട്ട് ആ ഗ്ലാസ് പോലും പിടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയും. പേനയോ ബ്രഷോ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ക്യാൻവാസിൽ ആർട്ട് ഉണ്ടാക്കാൻ പോലും എനിക്കിനി കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. More than 500 years have passed. By now, hundreds of Albrecht Dürer's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. But most people are familiar with only one of Albrecht Dürer's works. One day he decided to pay homage to his brother Albert for all that he had sacrificed. Albrecht Dürer painstakingly drew his brother's abused hands with the palms held together, with the thin fingers stretched skyward. He called his powerful drawing simply hands, but the world renamed his tribute of love as the praying hands. The next time you see a copy of the touching creation, take a second look. Let us remember that no one ever makes it alone. അങ്ങനെ 500 വർഷങ്ങൾ കടന്നുപോയി.
ഇപ്പോൾ ആൽബ്രക്റ്റ് ഡ്യൂററുടെ നൂറുകണക്കിന് മാസ്മരിക ഛായാചിത്രങ്ങൾ ഒക്കെ, അതായത് പേന, സിൽവർ പോയിൻ്റ്, സ്കെച്ചുകൾ, വാട്ടർ കളറുകൾ, കരി, മറ്റേ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള കുറേയധികം ചിത്രങ്ങൾ, മാസ്മരിക ചിത്രങ്ങൾ പല മ്യൂസിയങ്ങളിലും നോക്കിയിട്ടുണ്ട്. എന്നാൽ ആൽബ്രക്റ്റ് ഡ്യൂററുടെ ഒരു കൃതി മാത്രമേ മിക്കവാറും എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൂ. ദിവസം അദ്ദേഹം തനിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുള്ള ആൽബർട്ടിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡിസൈഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഡ്യൂറർ തൻ്റെ സഹോദരൻ്റെ അബ്യൂസ് ചെയ്യപ്പെട്ട ഹാൻഡുകൾ അദ്ദേഹം വരച്ചു. അതായത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന വളരെ തിന്നായിട്ടുള്ള ഫിംഗേഴ്സിനോട് കൂടിയിട്ടുള്ള ഒരു കൈ അദ്ദേഹം വരച്ചു. സിംപ്ലി അതിനെ എല്ലാവരും എന്ത് വിളിച്ചു, ഒരു ഹാൻഡ്സാണ്. അതായത് സിംപ്ലി അതൊരു ഹാൻഡ്സായിട്ട് അതൊരു ഹാൻഡ്സാണ്, സിംപ്ലി ഒരു ഹാൻഡ്സാണ് അത് ഡ്രോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെ വേൾഡ് അതിനെ റീനെയിം ചെയ്തു. എന്താണ്? പ്രെയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്, ദ പ്രെയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെ റീനെയിം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹോദരന് വേണ്ടിയിട്ട്, ത്യാഗം ചെയ്ത സഹോദരന് വേണ്ടിയിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ടച്ചിങ് ക്രിയേഷൻ, ടേക്ക് എ സെക്കൻഡ് ലുക്ക്. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്ക് ഇറ്റ് അലോൺ. അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള, ആ ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു ക്രിയേഷൻ, ആ ഒരു ചിത്രം കാണുമ്പോൾ നമ്മളൊന്ന് സെക്കൻഡ് ലുക്ക്, ഒരു രണ്ടാമതൊന്ന് നോക്കുക. അതായത് ആരും ഒരിക്കലും ഒറ്റയ്ക്കുണ്ടാകില്ല എന്നുള്ളത്. നോ വൺ എവർ മേക്ക് ഇറ്റ് അലോൺ. ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഒന്ന് ഓർക്കുക. അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഖനികളിൽ പണിയെടുത്തിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് പഠിക്കാനോ കാര്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതായത് ആൽബ്രക്റ്റിന് വേണ്ടിയിട്ട് ആൽബർട്ട് ഖനികളിൽ പണിയെടുത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു സ്നേഹത്തിനോടുള്ള ഒരു സ്നേഹാഞ്ജലിക്ക് വേണ്ടിയിട്ടാണ് കൈകളുടെ ഒരു ചിത്രം വരച്ചിട്ട്. പക്ഷേ ആളുകൾ, അതായത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ആ പടം ആളുകൾ പ്രെയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഇട്ടത്. അതായത് ആൽബ്രക്റ്റ് ഡ്യൂററുടെ ഏറ്റവും വലിയ പെയിൻറ്റിംഗ് ആയിട്ട് അതിനെ ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വൈ വാസ് ഇറ്റ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി? ഡ്യൂറർ ഫാമിലിക്ക് ഫുഡ് ടേബിളിൽ കീപ്പ് ചെയ്യാൻ കഴിയാതെ ഇരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഡ്യൂറർ ഫാമിലിയിൽ 18 ചിൽഡ്രൻ ഉണ്ടായിരുന്നത് അല്ലേ. അവർക്ക് ഒരു വലിയ ബിഗ് ഫാമിലിയാണ്. അവരുടെ ഫാദറാണ് ജോലിക്ക് പോയിരുന്നത്. അദ്ദേഹത്തിന് സ്വർണ്ണപ്പണിയായിരുന്നു. അപ്പോൾ അദ്ദേഹം 18 hours അവിടെ പണിയെടുക്കും. ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും? അദ്ദേഹം നൈബർഹുഡിൽ പോയിട്ടുള്ള ചെറിയ ജോലികളും ചെയ്യും. സോ അവരുടെ ഒരു ഭയങ്കര ഹോപ്പ്ലെസ് കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ ഫുഡ് ജസ്റ്റ് കീപ്പ് ചെയ്യാൻ പോലും ആയിട്ടുള്ള, ഇത്രയും ബിഗ് ഫാമിലിക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡ് ടു ടോസ് എ കോയിൻ? എന്തിനാണ് അവർ ബ്രദേഴ്സ് കോയിൻ ടോസ് ചെയ്യാൻ തീരുമാനിച്ചത്? അതായത് ആൽബർട്ടും ആൽബ്രക്റ്റും രണ്ട് സഹോദരന്മാർ, അവർക്ക് ആർട്ടായിരുന്നു, കലകളിലോടായിരുന്നു താല്പര്യം. സോ അവർക്ക് അക്കാഡമിയിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഫാദറിന് അവരെ അക്കാഡമിയിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. സോ അവർ ഒരു കാര്യം തീരുമാനിച്ചു. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യാം, എന്നിട്ട് ആ കോയിനിൽ ജയിക്കുന്ന ആൾ മൈൻസിൽ അക്കാഡമിയിൽ പോയി പഠിക്കാം, മറ്റേ ആൾ ആ സഹോദരന് വേണ്ടിയിട്ട് മൈൻസിൽ പോയി പണിയെടുക്കാം. ഓക്കെ, തോൽക്കുന്ന ആൾ മൈൻസിൽ പോയി പണിയെടുക്കുക, മറ്റേ ആൾ എന്താ പറയുക അക്കാഡമിയിൽ പോയി പഠിക്കുക. ഇതാണ് അവർ തീരുമാനിച്ച കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബർട്ട് റിട്ടേൺ? അതായത് ആൽബ്രക്റ്റിൻ്റെ തിരിച്ചുവരവ് ഡ്യൂറർ കുടുംബം എങ്ങനെ ആഘോഷിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അവർ ആഘോഷിച്ചത്? Durer family held a festive dinner on the lawn to celebrate his homecoming. It was a long and memorable meal filled with music and laughter. Next question നോക്കാം. What message do we get from the story of Albert and Albert? ആൽബർട്ടിൻ്റെയും സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? Remember
that no one succeeds alone. Never walk alone in your future paths. അതായത് ആരും ഒറ്റയ്ക്ക് വിജയിക്കുന്നില്ല എന്നോർക്കുക. നിങ്ങളുടെ ഭാവി പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കരുത്. അതായത് ആരും ഒറ്റയ്ക്ക് വിജയിക്കുന്നില്ല, എല്ലാവർക്കും അതിൻ്റെ ഉള്ള സക്സസ്സിൽ ഒരാൾ എപ്പോഴും അവരുടെ ബാക്കിലുണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി സ്റ്റോറി. കറക്റ്റ് ദോസ് ഓർ ഇൻകറക്റ്റ്. ഇതിൽ കറക്റ്റ് ചെയ്താണ് ഇൻകറക്റ്റ് ചെയ്തതെന്നുള്ളത് പറയാം. ഫസ്റ്റ്, ആൽബർട്ട് ആൻഡ് ആൽബ്രറ്റ് ഡ്യൂറർ കെയിം ഫ്രം ദ വെൽത്തി ഫാമിലി ബട്ട് ദേ സ്റ്റിൽ നീഡഡ് ടു മേക്ക് ഡിഫിക്കൽട്ട് ടു ചോയ്സ് പെർസ്യൂ ദ ഡ്രീംസ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് അല്ലേ. ഒരു വെൽത്തി ഫാമിലി നല്ല വന്നിട്ടുള്ളത് അല്ലേ. ആൽബ്രറ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി ഇമ്മീഡിയറ്റ്ലി. കറക്റ്റ് ആണല്ലേ. ആൽബർട്ട് വാസ് ദ എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു ദ അക്കാഡമി ആഫ്റ്റർ ആൽബർട്ട്സ് റിട്ടേൺ. ആൽബ്രറ്റിൻ്റെ തിരിച്ചുവരവിൽ ആൽബർട്ട് ഭയങ്കരധികം സന്തോഷിച്ചിരുന്നു അക്കാദമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രൂ ഓർ ഫോൾസ് ആണോ? ഫോൾസ് ആണല്ലേ. ആൽബർട്ട് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ അക്കാഡമി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ഫ്രം ദ വർക്കിംഗ് ഇൻ ദ മൈൻസ്. അതായത് ഖനികളിൽ പണിയെടുത്തിട്ട് ശാരീരിക പരിക്കുകളുണ്ടായ ആൽബർട്ട് അക്കാദമിയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആൽബ്രറ്റ് ഡ്യൂറർ ആർട്ടിസ്റ്റിക് സക്സസ് ഇൻ അട്രിബ്യൂട്ടഡ് സോളോലി ടു ഹിസ് ഓൺ എഫേർട്സ്. അതായത് ആൽബ്രറ്റ് ഡ്യൂററുടെ ആ കലാപരമായിട്ടുള്ള വിജയം, ആർട്ടിസ്റ്റിക് സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമത്താൽ മാത്രമാണ്. ആണോ? അല്ല അല്ലേ. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇൻകറക്റ്റാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഅറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അതായത് ഇവിടെ പ്രേയിങ് ഹാൻഡ്സിൻ്റെ സ്റ്റോറി ഇവിടെ വളരെ അൺഈവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് കറക്റ്റ് ഓർഡറിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് നോക്കിയിട്ട് തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തും. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പാഠം നന്നായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.